Vikas, I think we can begin, Vikas. Just let me know once you click on the live and just give me like a thumbs up and I'll start. Sure, I have clicked on the live. Okay. Just let me check the YouTube feed. Sure. Just let me know when to begin and I can start. You can begin. Great. Thank you, Vikas. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ഇൻ കൊളാബറേഷൻ വിത്ത് ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷൻ നടത്തുന്ന ഫസ്റ്റ് ഓൺട്രപ്രനറിയൽ മൈൻഡ് സെറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഫസ്റ്റ് ലൈവ് ഓൺട്രപ്രനർ ഇന്ററാക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വെൽക്കം സ്പീച്ച് കൊടുക്കാനായിട്ട് ഞാൻ ജിമോളിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ജിമോൾ. നമസ്കാരം. യുവ സംരംഭകരുടെ വിജയമാണ് പുതിയ സഹസ്രാബ്ദത്തിൽ ഇന്ത്യയുടെ പരിവർത്തനത്തിന്റെ താക്കോൽ. ഇത് ഇന്ത്യയിലെ പ്രശസ്ത സംരംഭകൻ ധിരുഭായ് അംബാനിയുടെ വാക്കുകളാണ്. ഞാൻ ജിമോൾ ഷാജി, ചങ്ങനാശ്ശേരി വുമൻസ് ITA റെപ്രസെന്റ് ചെയ്യുന്ന COPA വിദ്യാർത്ഥിനിയാണ്. കേരളത്തിലെ വ്യാവസായിക വകുപ്പും ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷനും സംഘടിതമായി കേരളത്തിലെ വിവിധ ITI ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ആദ്യ തത്സമയം സംരംഭകനോട് സംസാരിക്കാൻ പരിപാടിയാണ് സംരംഭകത്വ മനോഭാവ പദ്ധതി. എന്റെ കർത്തവ്യം സ്വാഗതം അറിയിക്കുക എന്നതാണ്. ആദ്യം തന്നെ തത്സമയം സംരംഭകനോട് സംസാരിക്കാൻ വേദിയിൽ സന്നിഹിതരായ എല്ലാവർക്കും സ്വാഗതം. തുടർന്ന് യൂട്യൂബ് വേദിയിൽ സന്നിഹിതരായ കേരള വ്യാവസായിക അംഗങ്ങൾ, എന്നോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ട സഹ ITI വിദ്യാർത്ഥികൾ, അതുപോലെ ES ഇൻസ്ട്രക്ടേഴ്സ്, ടീച്ചേഴ്സ്, ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷൻ ടീം മെമ്പേഴ്സ് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. തുടർന്ന് വിലയുള്ള സമയത്തെ ഭാവി തലമുറയുടെ പ്രചോദനത്തിനായി മാറ്റിവെച്ച നമ്മുടെ മുഖ്യ അതിഥി സന്നിഹിതനാണ് സർ സന്ദീപ് തുണ്ടശ്ശേരി. അദ്ദേഹത്തെ വളരെ അഭിമാനത്തോടെ ആദരണീയവും ഹൃദ്യവും നിറഞ്ഞ സ്വാഗതം സർ. അവസാനമായി തത്സമയം യൂട്യൂബ് വേദിയിൽ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഓരോ ITI വിദ്യാർത്ഥികൾക്കും എന്റെ സൗഹാർദ്ദമായ സ്വാഗതം. എനിക്ക് ഈ അവസരം തന്ന കേരള വ്യാവസായിക വകുപ്പും ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷനും വളരെ നന്ദിയുണ്ട്. ഓരോ വിദ്യാർത്ഥികളിലും തത്സമയം സംരംഭകനോട് സംസാരിക്കാൻ പദ്ധതി വളരെ ക്രിയാത്മകമാകട്ടെ. ഒപ്പം എന്നെ ശ്രദ്ധിച്ച ഓരോരുത്തർക്കും വളരെ നന്ദി. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ എന്റെ സ്വാഗതം അറിയിക്കുന്നു. നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ആൻഡ് ദിസ് ടൈം ഇറ്റ്സ് ഓവർ ടു യു മാം. താങ്ക് യു സോ മച്ച് ജിമോൾ. എല്ലാവരും ഇത് നമ്മൾ ലൈവ് യൂട്യൂബിൽ കാണുന്നുണ്ടെങ്കിലും സൂം കോൾ ആണ്. അപ്പൊ ഒരു 20 സെക്കൻഡിന്റെ ലാഗ് വരും. സോ അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഇടാം. സോ ഞാൻ ഇപ്പൊ നമ്മുടെ മുഖ്യ അതിഥി സംരംഭകനെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് വളരെ അഭിമാനവും സന്തോഷവും ഉണ്ട്. മിസ്റ്റർ സന്ദീപ് തുണ്ടശ്ശേരി സർ, നവൽ സോളാർ ആൻഡ് ഇലക്ട്രിക് ബോട്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ചീഫ് നേവൽ ആർക്കിടെക്റ്റും ഫൗണ്ടറാണ്. ഇതല്ലാണ്ട് സാറിന് വേറെ 2 കമ്പനി കൂടിയുണ്ട്, നവഗതി ആൻഡ് എക്സ്ഷിപ്പ്. സോ നവൽത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ കമ്പനിയുടെ എയിം എന്താന്ന് വെച്ചാൽ വാട്ടർ ട്രാൻസ്പോർട്ടേഷനെ എങ്ങനെയാണ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള R&D, പിന്നെ പുതിയ പുതിയ ഇന്നോവേഷൻസ് ഡെവലപ്മെന്റ്സ് ചെയ്യുന്നത് ആണ്. പിന്നെ സാറിന്റെ ടീം ഇന്ത്യയിൽ ആദ്യത്തെ സോളാർ ഫെറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ആദിത്യ ബോട്ട്. ഇത് 75 ആൾക്കാരുടെ കപ്പാസിറ്റി ഉള്ള ഫെറി ബോട്ടാണ്. ഇത് സോളാർ പവർ കൊണ്ട് മാത്രമാണ് ഓടുന്നത്, ഫ്യൂവൽ അല്ല. ഈ മേഖലയെ സാറിന് കുറെ ഓണേഴ്സ് ആൻഡ് അവാർഡ്സിന്റെ വിജേതാതാവും കൂടിയാണ് സർ. റീസെന്റ് നമ്മുടെ മീഡിയ 1 ചാനലിന്റെ അവാർഡ് ഫംഗ്ഷനിൽ യങ് ബിസിനസ് പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് നമ്മുടെ കേരള ഗവർണറിന്റെ കയ്യിൽ നിന്ന് സാറിന് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് സാറിന്റെ മോട്ടോ എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ടെസ്ല അറിയാം. ടെസ്ല എങ്ങനെയാണ് നമ്മുടെ റോഡ്സിനെ ട്രാൻസ്ഫോം ചെയ്തത്, അതുപോലെ തന്നെ മറൈൻ ട്രാൻസ്പോർട്ടേഷനെ ട്രാൻസ്ഫോം ചെയ്യണം എന്നാണ് സാറിന്റെ മോട്ടോ. സർ, നമ്മുടെ ITIയിലെ സ്റ്റുഡൻസ് ഇപ്പൊ അവരുടെ ഓൺട്രപ്രനറിയൽ മൈൻഡ് സെറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ജേർണിയിലാണ് ഉള്ളത്. എങ്ങനെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഉള്ള പ്രോബ്ലംസ് വിച്ച് ഇസ് വെരി പേഴ്സണൽ ടു ദം അത് സോൾവ് ചെയ്യുന്ന അവരുടെ സ്മോൾ ബിസിനസ് ത്രൂ ആ ഒരു പാത്തിലാണ് അവരുള്ളത്. അപ്പൊ സാറിന്റെ ഒരു ജേർണി, എസ്പെഷ്യലി ഈ വാട്ടർ ട്രാൻസ്പോർട്ടേഷന്റെ ഒരു വലിയ ചാലഞ്ച് സാറ് സോൾവ് ചെയ്തായിരുന്നു. ആ കമ്മ്യൂണിറ്റി പ്രോബ്ലം സോൾവ് ചെയ്തു. പിന്നെ എങ്ങനെയാണ് ഡിഫറെന്റ് ഓൺട്രപ്രനറിയൽ മൈൻഡ് സെറ്റ്സ്, നമ്മുടെ ആസ്പിറേഷൻസ് വെച്ച് നമ്മുടെ ഒരു ഗോൾ മനസ്സിലുണ്ടെങ്കിൽ സാർ കുറെ ചാലഞ്ചസ് അത് ഫേസ് ചെയ്തിട്ടുണ്ട് സാറിന്റെ ആ ഒരു ഗോൾ എത്തിച്ചേർക്കാൻ വേണ്ടിയിട്ട്. ആ ജേർണി എങ്ങനെയായിരുന്നു എന്ന് നമ്മുടെ സ്റ്റുഡൻസിന്റെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്താൽ ഐ എം ഷുവർ it'll be very inspirational for them and they will also be able to relate to it. So ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. I invite you sir to share your journey, your story with our students. Okay, thank you. ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ.
Sure, sir. Sure. Okay. Yeah, I can see it, sir, but your voice is a bit feeble. Okay. ഇപ്പോഴോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? Yes, yes, much better, sir, much better. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ PPT. അടുത്ത ഒരു മണിക്കൂറിൽ Yeah, we can see the PPT also. Yes, sir. PPT? Super. We can see it. Okay. All right. Okay. So അടുത്ത ഒരു അരമണിക്കൂർ ഞാൻ എൻ്റെ ജേർണിയിൽ കൂടെ ഞാൻ ഓൺടർപ്രണർഷിപ്പ് ഓർ സംരംഭം നടത്തുന്നതിൻ്റെ എൻ്റെ അനുഭവങ്ങളും അത് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റിയെങ്കിൽ അതാണ് ഉദ്ദേശം. ഇപ്പോ എല്ലാവർക്കും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പലരിൽ നിന്നും പഠിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് എപ്പോഴും ഒരാൾ വിജയിച്ചതിനെക്കാട്ടി കൂടുതൽ ഒരാളുടെ പരാജയത്തിൽ നിന്നും പഠിക്കേണ്ടതാണ് കൂടുതൽ നമുക്കെല്ലാവരും പാടാവാൻ പറ്റുന്നത്. ആ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം. ഇപ്പോ ഓൺടർപ്രണർഷിപ്പ് ഇപ്പൊ നിങ്ങൾ ITI സ്റ്റുഡൻസ് ഒക്കെ ആകുമ്പോൾ IIT ഡേയ്സ് ആലോചിക്കുകയാണെങ്കിൽ അവിടുത്തെ അക്കാഡമിക്സിനെക്കാട്ടി കൂടുതൽ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ലേൺ ചെയ്ത ചില സ്കിൽസ് ആണ് എനിക്ക് പിന്നീടുള്ള ജീവിതത്തിൽ വളരെ ഉപയോഗമായി തോന്നിയത്. ഞാനത് പറയാൻ കാരണം പലപ്പോഴും അക്കാഡമിക്സ് മാത്രം ഫോക്കസ് ആകുമ്പോഴുള്ള ചില പ്രശ്നങ്ങളാണ്. നമ്മൾ പൊതുവെ പറയുന്ന ഈ സ്ട്രീറ്റ് സ്മാർട്ട്നെസ് വരില്ല പിള്ളേർക്ക്. അപ്പൊ എൻ്റെ ഒരു വ്യൂവില് മിക്സ് അക്കാഡമിക്സും പല ആക്ടിവിറ്റീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രോബ്ലി അത് ടീച്ചേഴ്സിനാണ് കൂടുതൽ അപ്രോപ്രിയേറ്റ് എങ്കിലും സ്റ്റുഡൻസിന് ജസ്റ്റ് ഒരു വ്യൂ കിട്ടാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഈ അക്കാഡമിക്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പലപ്പോഴും ഒരു എക്സാമിന് കാണുന്നത് ഒരു ഗോൾ ആയിട്ടാണ്, ഒരു എക്സാം ഓർ ടെസ്റ്റ് ആൻഡ് റിസൾട്ട്സ് മാർക്സ് എക്സെട്ര. ബട്ട് ഇതെല്ലാം ഒരു ഇൻഡിക്കേറ്റർ ആണ് നമ്മുടെ ഒരു സെൽഫ് ഡെവലപ്മെന്റ്. ഇപ്പൊ ഞാൻ പറയാൻ കാരണം നമ്മള് പലപ്പോഴും അക്കാഡമിക്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നു. ഒരു യൂഷ്വലി ഓപ്പൺ ബുക്ക് അല്ല. സോ നമ്മൾ കുറെയൊക്കെ ഒരു ഹാഫ് നമ്മുടെ മെമ്മറിയാണ് ടെസ്റ്റ് ചെയ്യുന്നത് റാദർ ദാൻ നമ്മുടെ എബിലിറ്റി. ബട്ട് റിയൽ വേൾഡിൽ പോകുമ്പോൾ സിലബസ് എന്ന് പറഞ്ഞ സാധനമില്ലല്ലോ. എല്ലാ സിലബസുകളും എല്ലാം ഓപ്പൺ ആണ്. മൾട്ടി ഡിസിപ്ലിനറി ആണ് പ്രോബ്ലംസ്. ഇപ്പൊ ITI മെക്കാനിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ അറിയാണ്ട് ഇന്ന് ഒരു ഡിവൈസും ഉണ്ടാക്കാൻ പറ്റില്ല ഒരു മൾട്ടി ഡിസിപ്ലിനറി അല്ലാണ്ട്. അപ്പൊ നമുക്ക് മെക്കാനിക്കൽ ആയ ആൾക്ക് മറ്റുള്ള ഫീൽഡ് അറിയാം. ഇപ്പൊ ഞാനൊരു നേവൽ ആർക്കിടെക്ട് ആണ്. എനിക്ക് എൻ്റെ ഒരു ഫീൽഡിലെ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി ഞാൻ ഇലക്ട്രിക്കൽ എനിക്ക് അത്യാവശ്യം നോളജ് ഉണ്ട്. അത് ഞാൻ എഞ്ചിനീയറിംഗിൽ പഠിച്ചല്ല, പക്ഷേ അത് പിന്നീട് ഇൻട്രസ്റ്റ് കൊണ്ട് പഠിച്ച് ആവശ്യത്തിനനുസരിച്ച് ഇന്ന് നമുക്കൊരു സാധനം അറിയണമെങ്കിൽ പഠിക്കണമെങ്കിൽ അതെല്ലാം ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. എന്ത് ഫീൽഡും എന്ത് സബ്ജക്റ്റും പഠിക്കുന്നത്. സോ അൾട്ടിമേറ്റ്ലി ഒരു സാധനം നമുക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നൊരു എക്സ്ക്യൂസ് ഇന്ന് അപ്ലിക്കബിളേ അല്ല. നമുക്ക് എന്തൊരു സാധനവും കണ്ടുപിടിക്കാം, ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാം. അത് തന്നെയാണ് ഒരു സെൽഫ് ഡെവലപ്മെന്റ്. ആ സെൽഫ് മോട്ടിവേഷൻ ആണ് ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഈ ഒരു സംരംഭം തുടങ്ങണേന്റെ ഒരു ട്രേറ്റ്, അതായത് ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പോണ വഴി കൂടെ പോകാനുള്ള ആവശ്യമില്ല. സോ പൊതുവെ ഒരു ഗ്രൂപ്പ് തിങ് ഉണ്ടാവും. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരാള് ITI എടുക്കുമ്പോൾ തന്നെ പലരും നിങ്ങൾക്കും നിങ്ങളുടെ പേരൻസിന് അഡ്വൈസ് ചെയ്താണ് ഇന്ന സബ്ജക്റ്റ് ആയിരിക്കും നല്ലത് നാളെ, അങ്ങനെ ഒരു വ്യൂ ഉണ്ടാവും. ഇപ്പൊ ഇത് കഴിഞ്ഞ് ജോലി ചെയ്യാനാണ്, ഇന്ന ജോലിക്ക് പോകണാണ് നല്ലതെന്ന് കുറെ അഡ്വൈസ് പലരും ചെയ്യും. പക്ഷെ എല്ലാവരും അഡ്വൈസ് കേൾക്കണതിൽ തെറ്റില്ല. ബട്ട് ഫൈനലി ഡിസിഷൻ നിങ്ങൾ തന്നെ എടുക്കണം. സോ അപ്പൊ ആ ഡിസിഷൻ എടുക്കുമ്പോഴും എല്ലാവരും പോണ വഴി കൂടെ സഞ്ചരിക്കുന്നില്ല. നമ്മൾ നമ്മുടേതായ വഴികൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി കഴിഞ്ഞാൽ നമ്മൾ ആ ഫീൽഡിലേക്ക് നമ്പർ 1 ആവും. എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന സാധനത്തിലേക്ക് പുറകെ പോകണ്ട. അപ്പൊ കാരണം എഞ്ചിനീയർ കഴിഞ്ഞാൽ എല്ലാവരും സോഫ്റ്റ്വെയറിലേക്ക് ഓടുന്ന ഒരു പ്രവണത. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് നമ്മുടെ ഫീൽഡാണ്, നമുക്ക് അവിടെയാണ് ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് പോവാം. ഇപ്പൊ ഇതിൽ പലവരും സംരംഭം തുടങ്ങാൻ ആഗ്രഹമുള്ളവരായിരിക്കും. അത് ഇന്ന് കുറച്ചും കൂടി ഒരു അക്സെപ്റ്റബിൾ ആണ്. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ്
അങ്ങനെ ഒരു ചിന്താഗതി ചെയ്യുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് അത് നല്ലൊരു ഐഡിയ അല്ല എന്നാണ് ഈ ഒരു ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഇന്ന് കുറച്ചും കൂടെ അക്സെപ്റ്റബിൾ ആണ്. അതിന്റെ ഒരു ഇൻഡിക്കേറ്റർ എൻ്റെ ഒരു ഫ്രണ്ട് പറയാറുള്ളത് ഈ നമ്മുടെ മലയാളം സിനിമയിലെ വില്ലന്മാരെ ശ്രദ്ധിച്ചാലാണ്. അതായത് ഒരു 20-25 വർഷം മുമ്പ് ഈ വില്ലന്മാരെല്ലാവരും ബിസിനസ്സുകാരാണ്. പഴയ പ്രേം നസീറിന്റെയും സിനിമയില് ബിസിനസ്സുകാരാണ് വില്ലൻ, യൂഷ്വലി യൂണിയൻ ലീഡേഴ്സ് ആണ് ഹീറോസ്. ഇന്നത്തെ മൂവീസ് കണ്ടു കഴിഞ്ഞാൽ യൂഷ്വലി ഓൺടർപ്രണേഴ്സ് ബിസിനസ്സുകാർ ഹീറോസ് ആണ്. അപ്പൊ അതൊരു സൊസൈറ്റിയുടെ മാറ്റത്തിന്റെ ഒരു ലക്ഷണമാണ്. ഈ വെൽത്ത് ക്രിയേഷൻ ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ വെൽത്ത് ക്രിയേഷൻ ആണ്, നല്ലൊരു ആക്ടിവിറ്റിയാണ്. അത് എത്ര സൊസൈറ്റി എത്രത്തോളം അതിനെ അംഗീകരിക്കും തോറും നമുക്ക് എല്ലാവർക്കും അതൊരു അക്സെപ്റ്റബിൾ ആവും, എല്ലാവരും അതിലേക്ക് ഇറങ്ങും ചെയ്യും. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഷിപ്പ് യാർഡിലൊക്കെയാണ് വർക്ക് ചെയ്തത് കുറച്ച് നാളുകൾ. കൊറിയയിലുണ്ടായിരുന്നു, സൗത്ത് കൊറിയയിലൊക്കെ. അവിടെ നിന്ന് വലിയ ഷിപ്സ് നിർമ്മാണത്തിന്റെ കാര്യങ്ങൾ പഠിച്ചത് അവിടെ നിന്നാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഒരു MBA ചെയ്തിട്ട് ഒരു MBA ചെയ്യാൻ കാരണം എനിക്ക് അന്ന് തോന്നി എനിക്ക് ഒരു സംരംഭം നടത്താനുള്ള ചില സ്കിൽ സെറ്റ്, അതായത് ബിസിനസ്, ഫൈനാൻസ്, ഇതൊക്കെ കുറച്ച് അറിവില്ലായിരുന്നു എന്ന് തോന്നിയുകൊണ്ടാണ് ഞാനൊരു MBA ചെയ്യാൻ വിചാരിച്ചത്. ഇന്ന് പിന്നെ ഒരു MBA ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാം ഈ മോക്ക് ഈ ഓപ്പൺ കോഴ്സ് വേറെ എല്ലാം ഉള്ളതുകൊണ്ട് ഏതൊരു ഫീൽഡും പഠിക്കാൻ പറ്റുന്ന. ഞാൻ തുടങ്ങിയ സമയത്ത് ഇപ്പൊ നമ്മൾ തുടങ്ങുമ്പോ പല നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോബ്ലം എന്നാണല്ലോ നമ്മൾ തുടങ്ങുക. ഒരു ഓൺടർപ്രണർഷിപ്പ് തുടങ്ങുമ്പോൾ ശരിക്കും ഒരു പ്രോബ്ലം എന്നാണ് തുടങ്ങുക. ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മിസ്റ്റേക്കിൽ നിന്ന് പഠിക്കും. ബ്രേക്കാവുന്നുണ്ടോ? ഐ ഡോണ്ട് നോ. ഇവിടെ അതായത് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു പ്രോബ്ലം ആണ് തുടങ്ങുന്നത്. കട്ടായി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. Can you try again? The PPT ഒന്ന് കട്ടായി. ആൻഡ് മേ ബി ആ ബാക്ക്ഗ്രൗണ്ടിന്റെ പ്രശ്നം കൊണ്ടാണ് കുറച്ചൊരു ബാൻഡ്വിഡ്ത്ത് പ്രോബ്ലം നോട്ടീസ് ആവുന്നുണ്ട് സർ. ഇപ്പൊ സാർ മ്യൂട്ടിലാന്ന് തോന്നുന്നു. ഐ കാൻറ്റ് ഹിയർ യു. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ട് ഇപ്പോ? Yeah, I can see the PPT on the screen. Yes, yes. സ്ക്രീൻ കാണുന്നുണ്ട്? Yeah. Okay, voice okay ആണോ? Voice okay ആണ്. ഇപ്പൊ voice is better. It was getting cut too much. Yeah. Voice okay. Okay, ശരി. സോ ഞാൻ ഈ 2008 തുടങ്ങിയപ്പോ ആദ്യം ചെറിയ ബോട്ടുകളും ഡിസൈനും ഇതൊക്കെയാണ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ തന്നെ നമ്മളൊരു സോളാർ ബോട്ട്, ചെറിയൊരു സോളാർ ബോട്ട് ചെയ്ത് അതിന് ഒരു ലിംക ബുക്ക് ഓഫ് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സോളാർ ബോട്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും അതൊരു വിജയകരമായ പ്രോജക്റ്റ് എന്ന് ഞാൻ വിളിക്കില്ല. കാരണം നമ്മളൊരു സംരംഭം ഒരു പ്രോഡക്റ്റ് സക്സസ്ഫുൾ ആവണമെങ്കിൽ അത് ഫൈനലി കസ്റ്റമേഴ്സ് വാങ്ങിക്കണം, എന്നാലും അത് സക്സസ്ഫുൾ ആവില്ല. നമ്മളൊരു നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ആർക്കും അത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഗുണമില്ല. അപ്പൊ നമ്മൾ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നവർ, IT എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നവര്, നമ്മളെ എല്ലാവരും ഉള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്പെസിഫിക്കേഷൻ ടെക്നിക്കലിലാണ് ഫോക്കസ് ചെയ്യുക. അതായത് ഒരു കസ്റ്റമറിന്റെ നീഡിന് ഓർ ബെനിഫിറ്റിന് പകരം നമ്മൾ അതിന്റെ ഫീച്ചേഴ്സിലാണ് ഫോക്കസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഒരു എഞ്ചിനീയേഴ്സ് സംരംഭം തുടങ്ങുമ്പോൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം ഈ 3 കാര്യങ്ങളാണ്: വാല്യൂ, പ്രൈസ്, കോസ്റ്റ്. ഇത് 3ന്റെ വ്യത്യാസം അറിയണം. അതായത് ഇപ്പൊ നമ്മളൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഒരു കടയിൽ പോയി സാധനം വാങ്ങിക്കുമ്പോൾ ആ കൊടുക്കുന്ന കാശാണ് ഈ പ്രൈസ് പറയുന്നത്. സോ നമ്മൾ ആ സാധനം വാങ്ങിക്കണമെങ്കിൽ അതിന്റെ വാല്യൂ നമ്മുടെ മനസ്സിൽ, ആ പ്രോഡക്റ്റിന്റെ വാല്യൂ പ്രൈസിനെക്കാട്ടി കൂടുതലാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വാങ്ങിക്കില്ല. എന്നാൽ അതേപോലെ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആൾക്ക് അത് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് ഈ പ്രൈസിനെക്കാട്ടി കുറവാണ്. അതായത് വാല്യൂ പ്രൈസിനെക്കാട്ടിയും പ്രൈസ് കോസ്റ്റിനെക്കാട്ടിയും കൂടുതലായെങ്കിലേ ഒരു സാധനം സക്സസ്ഫുൾ ആവുള്ളൂ. അപ്പൊ ഈ ഒരു നോളേജ് എഞ്ചിനീയറിംഗ് ടിപ്പിക്കലി ഉള്ളവർ, നമ്മളെ പോലുള്ളവർക്ക് പെട്ടെന്ന് കിട്ടുന്നതല്ല. നമ്മൾ അത് ചെയ്ത് പഠിക്കുന്ന ഒരു കാര്യമാണ് ഈ കാര്യം.
അപ്പൊ അത് തന്നെയാണ് എൻ്റെ ആദ്യത്തെ സോളാർ ബോട്ടിലും സംഭവിച്ചത്. നമ്മൾ പ്രോഡക്റ്റിന്റെ ആവശ്യം ആൾക്കാർ ആ നീഡ് ഫോക്കസ് ചെയ്യാണ്ട് നമ്മളൊരു നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനാണ് നോക്കി. അപ്പൊ അത് അതിൻ്റെതായ ഇഷ്യൂസ് കൊണ്ടാണ് അത് അത്ര സക്സസ്ഫുൾ ആവാത്തത്. 2013 ഈ സോളാർ ഫെറികൾക്ക് വേണ്ടി നവോൾട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഫെയിലിയർ നിന്നും ആണ് കൂടുതൽ പാഠങ്ങൾ പഠിക്കാൻ പറ്റുന്നത്. ഇപ്പൊ നിങ്ങളൊരു സംരംഭം തുടങ്ങുമ്പോൾ ഈ സക്സസ്ഫുൾ ആയ ആൾക്കാരിൽ നിന്നും അല്ല നമുക്കൊരു ലെസൺ പാഠം കിട്ടണത്. ഈ പറയുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഫെയിലിയർ ആൾക്കാർ സാധാരണ ബാറിലാണ് പോയിരിക്കാറ്. ബാറിൽ പോയിരിക്കാൻ ഞാൻ പറയില്ല, അതല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ആ ഫെയിലിയർ ആയ ആൾക്കാരെ കണ്ടുപിടിച്ച് അവരിൽ നിന്നും അവരെ ലെസൺ പഠിക്കുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക. കാരണം നമ്മുടെ മീഡിയ ആണെങ്കിലും ന്യൂസ് പേപ്പർ ആണ്, എല്ലാവരും ഈ സക്സസ്ഫുൾ ആൾക്കാരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കുഴപ്പം നമുക്ക് ഈ സക്സസിന്റെ പ്രോബബിലിറ്റി കുറവാണെന്നൊരു ഫീലിംഗ് മനസ്സിൽ കിട്ടൂല. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഒരു നല്ലൊരു സക്സസ്ഫുൾ മൂവി എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവി, മുമ്പ് വന്ന ഒരു ബാഹുബലി എടുത്തു കഴിഞ്ഞാൽ, അങ്ങനത്തെ ഒരു സക്സസ്ഫുൾ മൂവി എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം ഒരു 1500 സിനിമ ഇന്ത്യ ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ഈ 1500 സിനിമയിൽ 1 or 2 ആ ലെവൽ എത്തുള്ളൂ. പക്ഷെ ഈ 1500 സിനിമ ഇറങ്ങുമ്പോഴും വേറെ ഓരോ സിനിമയ്ക്കും ഒരു 1000 എണ്ണം ഉണ്ടാവും പകുതിയായി നിൽക്കുന്നത്, തീരാത്തത്. അതിലും കുറെ എണ്ണം ഉണ്ടാവും ഒരു ഐഡിയ മാത്രമായി നിൽക്കുന്നത്. അപ്പൊ ഈ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പാടായ ഒരു കാര്യമാണ്, എളുപ്പമല്ല. ആ ഒരു പ്രോബബിലിറ്റി നമ്മൾ മനസ്സിലാക്കാനും ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം, ഈ ഫെയിലിയർ ഉള്ള ആൾക്കാരെ സംസാരിക്കണം എന്നും പറഞ്ഞ് ഞാൻ ഈ ഫെയിലിയർ ഫോക്കസ് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുറച്ചും കൂടെ ഈ ഒരു പ്രോബബിലിറ്റി അസസ് ചെയ്യാണ്ട് എടുത്തു ചാടുന്നവരാണ് ഈ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സക്സസിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നവരാണ് എൻ്റെ ഡെഫിനേഷനിൽ ഒരു ഓൺടർപ്രണർ പറയുന്നത്. നമുക്ക് നമ്മളിൽ കൂടുതൽ ആത്മവിശ്വാസം ഉള്ളവർ എന്നാണ് പറയാം. പിന്നെ എൻ്റെ ഒരു വ്യൂവില് നമ്മൾ 2 രീതിയിൽ ഒരു കാര്യത്തെ കാണാം. ഒരു ഭയങ്കര ഒരു ഗോൾ ബേസ്ഡ് ആവാം, ഇതാണ് എൻ്റെ ഫൈനൽ ഒബ്ജക്റ്റീവ്. അത് വളരെ സ്പെസിഫിക് ആവുമ്പോഴാണ് കുറച്ച് പ്രശ്നം. ഒരു ബ്രോഡ്ലി ഇപ്പൊ ഞാൻ പറയുന്ന എൻ്റെ ഗോൾ എന്ന് പറഞ്ഞാൽ വാട്ടർ ട്രാൻസ്പോർട്ടിന് ട്രാൻസ്ഫോം ചെയ്യുന്ന പറഞ്ഞ ഒരു ബ്രോഡ് ഗോളാണ്. അതല്ല എനിക്ക് ഇന്ന ബോട്ട് ഉണ്ടാക്കണം എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ഗോൾ. ഈ സ്പെസിഫിക് ഗോളിന്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റും വരുന്ന മറ്റുള്ള ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ വിട്ടുപോകും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്പിൾ എന്ന് പറഞ്ഞ ഇന്ന് ഏറ്റവും വലിയ സക്സസ്ഫുൾ കമ്പനി എന്ന് പറഞ്ഞ ആപ്പിൾ ശരിക്കും തുടങ്ങിയത് ലോകത്തിലെ ഏറ്റവും നല്ല കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ നോക്കാനാണ്. പക്ഷെ അവർക്ക് വിജയം കിട്ടിയത് ഐപാഡും ഐപോഡും ഒക്കെ ആയപ്പോഴാണ്, ഐഫോൺ, ഇതൊക്കെയാണ് ശരിക്കും കാശ് ഉണ്ടാക്കിയത് അവർക്ക്. അപ്പോൾ കമ്പ്യൂട്ടർ മാത്രം ഫോക്കസ് ചെയ്ത് തന്നെ അവർ ഒരിക്കലും ഈ പറഞ്ഞ ലെവലിൽ എത്തൂലായിരുന്നു. അപ്പോൾ അതിനാണ് നമ്മുടെ നാട്ടിലെ ചിന്താഗതിയാണ് ഈ പറഞ്ഞ സിസ്റ്റം ലെവൽ തിങ്കിങ്. നമ്മൾ പറയില്ലേ വേ ഓഫ് ലിവിങ്, ധർമ്മ എന്നൊക്കെ പറയുന്ന സിസ്റ്റം ലെവൽ തിങ്കിങ്. അപ്പൊ നമ്മളൊരു ഫ്രെയിം വർക്ക് പോലെ, ഇപ്പൊ ഒരു സിംപ്ലർ എക്സാമ്പിൾ പറയണ, ഒരാൾക്ക് അവരെ വെയിറ്റ് കുറച്ച് ഇത്രയും ടാർഗറ്റിന് പകരം സിസ്റ്റം ലെവൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഈറ്റിംഗ് ഹെൽത്തി, എക്സസൈസ്, ഇതൊക്കെയാണ് സിസ്റ്റം ലെവൽ തിങ്കിങ്. അപ്പോൾ എൻ്റെ ഒരു വ്യൂവിൽ സിസ്റ്റം ലെവൽ തിങ്കിങ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത് ഫോർ സക്സസ്. ബട്ട് എനിവേ ദാറ്റ് ഈസ് അപ് ടു ഈച്ച് ഓഫ് യു ടു ഡിസ്കവർ. ഞാൻ നമ്മുടെ വാട്ടർ ട്രാൻസ്പോർട്ട്, ഇപ്പൊ നേരത്തെ പറഞ്ഞ ആദിത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ, ആ സമയത്ത് ശരിക്കും കേരള ട്രാൻസ്പോർട്ടിന് ഉണ്ടായിരുന്ന ബോട്ടുകളാണ് ഈ ഡീസൽ ബോട്ടുകൾ. ഇപ്പൊ ഈ ഡീസൽ ബോട്ടിന് പല പ്രശ്നങ്ങളുണ്ട്, നമുക്കറിയാം. അതിന്റെ ജലമലിനീകരണവും വായു മലിനീകരണവും നമുക്കറിയാം. പ്ലസ് ഒരു ബോട്ടിൽ കയറിയ അതിന്റെ ശബ്ദവും വൈബ്രേഷനും നിങ്ങൾ ഒരു ഡീസൽ ബോട്ടിൽ കയറിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഡീസലിന്റെ മണവും. പിന്നെ ആ സമയത്താണെങ്കിൽ കുറെ തേക്കടിയുടെ ദുരന്തമൊക്കെ നടന്ന സാഹചര്യം കൊണ്ട് കുറച്ച് സ്റ്റെബിലിറ്റി ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു, കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷെ അവർ ശരിക്കും പറഞ്ഞ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ആദിത്യ അവിടെ വൈക്കത്ത് ഓടുന്ന ബോട്ടുകൾ അവിടെ നിന്ന് കിട്ടുന്ന റവന്യൂ, ടിക്കറ്റിന്റെ കാശിനെക്കാട്ടി കൂടുതലാണ് ഫ്യൂവലിന്റെ കാശ്. അതായത് ആ സബ്സിഡിയോടുള്ള ടിക്കറ്റിനെക്കാട്ടി കൂടുതലാണ് ഫ്യൂവൽ ബില്ല്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം ബോട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് നഷ്ടമാണ്. നമ്മൾ ഈ KSRTCയുടെ കഥ കേൾക്കണ പോലെയാണ്. ഇപ്പൊ ബോട്ട് എടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ നഷ്ടമാണ്, അതിനായിട്ട് എല്ലാം ബോട്ട് കെട്ടിയിടുന്നതാണ്. ആ ഒരു കോണ്ടെക്സ്റ്റ് ആണ്. അപ്പോഴാണ് അവർക്ക് തോന്നിയത് മേ ബി സോളാർ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഒരു എക്സിസ്റ്റിംഗ് ബോട്ടിനെടുത്ത് സോളാർ ആക്കാൻ പറ്റുമോ?
അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ സാധാരണ ബോട്ടിൽ വേണ്ട എനർജി, ഒരു ദിവസം പ്രവർത്തിക്കാനുള്ള എനർജിയാണ് ഏകദേശം 220 യൂണിറ്റ്. അപ്പൊ അത് പിടിച്ച് സോളാറിൽ നിന്ന് ഉണ്ടാക്കുന്ന ആകെ 40 യൂണിറ്റ് കിട്ടുള്ള ഈ ബോട്ടിൽ നിന്ന് പാനലൊക്കെ വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഇത്രയും ഗ്യാപ്പ് ഒന്നും നമുക്ക് പറ്റൂല. അപ്പൊ വലിയ ബാറ്ററി ആവും, കോസ്റ്റ് ഭയങ്കര ഹൈ ആവും. ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇത് ചെയ്യാമെന്ന് ഏറ്റെടുത്തപ്പോൾ പലരും പറഞ്ഞത് ഇങ്ങനെ, ഈ ബോട്ട് ഒരിക്കലും സോളാറിൽ ഓടൂല. ഇതൊക്കെ അന്ന് കാലത്ത് നമ്മുടെ ബോട്ട് ഓടുന്ന മുമ്പേ പലരും പറഞ്ഞാണ് ഈ സോളാറിന് ഓടാത്ത കഥകൾ. ഈ 75 പേര് വെച്ച് ബോട്ട് ഓടുന്നത് സ്വപ്നത്തിൽ മാത്രമെന്ന് കേൾക്കൂലേ, അതേപോലെ പറഞ്ഞ സാഹചര്യമാണ് അന്ന്. പക്ഷെ നമുക്ക് ആകെ ചെയ്യാവുന്നത് ഇതിനെ തെറ്റാണെന്ന് തെളിയിക്കാൻ നമ്മുടെ മുന്നിലുള്ള മാർഗം, ആ ഒരു അവസരം മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു. ഈ ബോട്ടിന്റെ മൊത്തം ഡിസൈൻ മാറ്റി, എന്നിട്ട് അതിനെ വളരെ ലൈറ്റ് മെറ്റീരിയൽ ഈ സ്റ്റീൽ മുട്ട മാറ്റി ഫൈബർ ആക്കി. അപ്പൊ ഒരു 35 ടണ്ണിന്റെ സാധനം 17 ടണ്ണായി. പിന്നെ ഇതിന്റെ അണ്ടർ വാട്ടർ ഷേപ്പ്, ഈ വെള്ളത്തിനടി കുറെ നമ്മൾ ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയും. നമ്മൾ കമ്പ്യൂട്ടറിൽ ബോട്ടിന്റെ ഷേപ്പ് സിമുലേറ്റ് ചെയ്ത് എന്താണ് ഡ്രാഗ് എന്ന് മനസ്സിലാക്കി പല ഷേപ്പ് ട്രൈ ചെയ്ത് അവസാനം ഒരു ഷേപ്പ് എത്തി. നമ്മൾ ഏകദേശം ഒരു 6 മാസം എടുത്തു. അപ്പൊ ഈ 50 കിലോ വാട്ടിന് വേണ്ട സാധനം ഒരു 15, അത്രയും കോസ്റ്റ്. എന്നാലേ നമുക്ക് ഈ സോളാറും ഇലക്ട്രിക്കും സംസാരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ബാറ്ററി സിസ്റ്റം ഭയങ്കര സ്റ്റാൻഡേർഡ്സ് വേണം. കാരണം നമ്മൾ ഈ ബസ്സിലാണെങ്കിൽ ബസ്സിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയ ആൾക്കാർക്ക് പെട്ടെന്ന് ചാടി ഇറങ്ങാം. ബോട്ടിൽ അങ്ങനെ പറ്റൂല. ബോട്ടില് സമയം കുറെ എടുക്കും. അതുകൊണ്ട് ബോട്ടിലെ സ്റ്റാൻഡേർഡ് കുറേയും കൂടെ കൂടുതലാണ്, എസ്പെഷ്യലി പബ്ലിക് ട്രാൻസ്പോർട്ട്. അന്ന് പിന്നെ റൂൾസും ഇന്ത്യയിൽ ഇല്ലായിരുന്നു. ഇത് ഇന്ത്യയിൽ ആദ്യത്തെ ഫെറിയാന്ന് പറഞ്ഞപ്പോ ഇന്ത്യയിൽ ആ റൂൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ യൂറോപ്പിലുള്ള റൂൾസ് ഒക്കെയാണ് എടുത്ത് ഫോളോ ചെയ്ത് ഇവിടുന്ന് അപ്രൂവൽ ഒക്കെ വാങ്ങിച്ചത്. ഈ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു 75 പാസഞ്ചർ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മിനിമം ഒരു 150 പേര് ഈ ഫെസ്റ്റിവൽ സീസണും പല ന്യൂ ഇയർ സമയത്തൊക്കെ കയറും. അപ്പൊ ആ ബോട്ടിൽ മിനിമം ഒരു 200 പേര് കയറാനുള്ള കപ്പാസിറ്റി വേണം. ഡിസൈൻ, സേഫ്റ്റി മാർജിൻ, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കാറ്റമറാൻ പറഞ്ഞ ബോട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് സ്റ്റേബിൾ ആയിരിക്കും. അപ്പൊ ഈ ഓവർലോഡിങ് കാരണം ബോട്ട് മറിഞ്ഞു, അങ്ങനത്തെ കഥകളൊന്നും ഇതിൽ വരില്ല. കാരണം ഒരാൾ ആ ബോട്ടിൽ കയറാൻ പറ്റുന്ന മാക്സിമം ആള് കയറിയാലും അതിനൊരു പ്രശ്നമില്ല. അങ്ങനെ വേണം ഡിസൈൻ ചെയ്യാൻ. പിന്നെ നിങ്ങൾ ബാറ്ററിനെ പറ്റി വായിച്ച് അറിവുണ്ടെന്ന് പറഞ്ഞില്ല, എന്നാലും പല ബാറ്ററി കെമിസ്ട്രി ഉണ്ട്. ഇപ്പൊ ടെസ്ലയിലാണ് NCA, NMC ഉണ്ട്, NCO ഉണ്ട്, NLMO ഉണ്ട്, പല ടെക്നോളജീസ്. നമ്മൾ ഉപയോഗിക്കുന്ന കുറെ കൂടെ സേഫ് ആയ കെമിസ്ട്രി ആയ LFP, LTO ആണ്. പിന്നെ നമ്മുടെ ബോട്ടിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 സിസ്റ്റം ഉണ്ട്. അപ്പൊ ഒരെണ്ണത്തിന് എന്തെങ്കിലും സംഭവിച്ചാലും മറ്റേത് ഏറ്റെടുത്തോളും. അപ്പൊ 2 ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സിസ്റ്റം. ഇലക്ട്രിക്കൽ ആകുമ്പോൾ അത് ഇലക്ട്രിക്കലി കണക്ട് ചെയ്യാത്തതുകൊണ്ട് കുറച്ചുകൂടെ സേഫ് ആണ്. പിന്നെ നമ്മുടെ ബോട്ട് എന്ന് പറഞ്ഞാൽ ഓഫീസിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇതിന്റെ പെർഫോമൻസ് കാണാം, റിയൽ ടൈം മോണിറ്ററിങ്. കാരണം ബാറ്ററിയിൽ എന്താണ് സ്ഥിതി, സെൽ ലെവൽ എന്താണ്, ഇതെല്ലാം ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സാധനം മാർക്കറ്റിൽ ഇറക്കുകയാണ്. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയ സാധനത്തിന് അതേ ലെവൽ എത്തിച്ചാൽ മാത്രം പോരാ, നമ്മൾ അതിനേക്കാൾ വളരെ നല്ല പ്രോഡക്റ്റ് ആണെങ്കിലേ ഒരു അക്സെപ്റ്റബിൾസ് ഉള്ള, അല്ലാണ്ട് പെട്ടെന്ന് ആൾക്കാർ മാറൂല. ഒരു ഇനേർഷ്യ നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഈ ഇനേർഷ്യ. അത് പുതിയൊരു സാധനം ഇപ്പൊ ഉള്ളതിനെക്കാട്ടി വളരെ നല്ലതാണെങ്കിലേ ഏറ്റെടുക്കുള്ള ആൾക്കാർ. അപ്പൊ ഈ ബോട്ട് നിർമ്മാണത്തിനെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്വിക്കായി കാണിച്ചു തരാം. ഈ ഇടതുവശത്ത് കാണുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് നമ്മൾ മോൾഡ് ഉണ്ടാക്കുന്നു. മോൾഡിൽ നിന്നാണ് നമ്മൾ ഈ ഹള്ള് ഉണ്ടാക്കുന്നത്. ഈ ഇപ്പൊ വലതുവശത്ത് കാണുന്നതാണ് ഒരു ഹള്ള്. അത് കഴിഞ്ഞ് ഈ കൺസ്ട്രക്ഷൻ സമയത്ത് ഒരു കാര്യം പറയാനുള്ളത് ഈ ക്വാളിറ്റിയുടെ പ്രാധാന്യമാണ്. ഇപ്പൊ ഓണ്ടർപ്രണർ ആവുമ്പോൾ നിങ്ങൾക്കും വേണ്ട ഒരു കാര്യമാണ്, നമുക്ക് പല അവസരങ്ങളും കിട്ടും ഈ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാം. നമ്മൾ പർച്ചേസ് ചെയ്യുന്നതായാലും ഇന്ന പ്രോഡക്റ്റിന് വരെ മറ്റേത് ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ കാശ് ലാഭിക്കാം. പല സാധനങ്ങളും ഈ ക്ലയന്റിനോ ഈ ടെസ്റ്റ് ചെയ്യാൻ വരുന്നവർക്കും മനസ്സിലാവണമെന്നില്ല. നമുക്ക് ശരിക്കും ഏതൊരു മാനുഫാക്ചറിനും അങ്ങനെ പറ്റിക്കുക ആൾക്കാർ. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലോങ് ടേം ആണ് നമ്മുടെ പ്രശ്നം. നമ്മളിപ്പോ ഒരു സാധനം മാർക്കറ്റിൽ ഇറക്കുന്നത് നാളത്തേക്ക് വേണ്ടി മാത്രമാണോ, അതോ കുറെ വർഷങ്ങൾ പേരും ഈ ബോഡി 20 വർഷം തന്നെ ആ ചിന്താഗതിയാണ് നമ്മൾ ക്വാളിറ്റി ഭയങ്കര കോൺഷ്യസ് ആവും. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ പറയുന്നതല്ല, നമ്മുടെ പ്രവൃത്തിയാണ് ഇതിൽ മോർ ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമ്മൾ പറയില്ലേ പിള്ളേരുടെ അടുത്ത് നമ്മൾ ഇന്ന ചെയ്യണം ഇന്ന ചെയ്യണ്ട എന്ന് പറയുന്നതല്ല, നമ്മൾ ആ പ്രവൃത്തി കൊണ്ട് കാണിച്ചു കൊടുക്കുന്നതാണ് കൂടുതൽ എഫക്റ്റീവ്. അതേപോലെ തന്നെയാണ് ഈ ക്വാളിറ്റി, ആക്ഷൻ നോട്ട് ബൈ ഡയലോഗ്സ്.
ഇത് ആ ബോട്ടിന്റെ ബാക്കി ഡെക്കും കൺസ്ട്രക്ഷനും ജോയിനിങ്ങിനെ പറ്റിയുള്ള ഒരു കുറച്ച് പടങ്ങളാണ്. ഇത് ഏകദേശം ബോട്ട് ഇറങ്ങായ സമയത്ത് ലോഞ്ചിങ് തൊട്ട് മുമ്പ് 2017 12 ജനുവരിയിലാണ് ഈ നമ്മുടെ മുഖ്യമന്ത്രി അന്ന് മിനിസ്റ്റർ ഓഫ് പവർ ശ്രീ പീയൂഷ് ഗോയലും കൂടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ബോട്ടിനെ. കഴിഞ്ഞ 4.5 വർഷം ഈ ബോട്ട് ഓടുകയാണ് വൈക്കം തോണക്കടവ്. നിങ്ങൾ എത്ര പേര് ഇത് കണ്ടുണ്ടോ, യാത്ര ചെയ്യണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പ്രോബ്ലി ചാറ്റ് സമയത്ത് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി, എനിക്ക് ഒരു ഐഡിയ കിട്ടിയ കൊള്ളാമെന്നുണ്ട്. അഥവാ എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും യാത്ര ചെയ്യാൻ നോക്കുക. കാരണം ഇന്ത്യയിൽ വേറെ എവിടെയും ഇങ്ങനത്തെ ബോട്ടില്ല, ഈ റീജിയനിലും ഇങ്ങനത്തെ ഇല്ല. ഈ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഏഷ്യയിലും ഇങ്ങനത്തെ ഒരു ബോട്ടില്ല. അപ്പോൾ കൂടുതൽ ബോട്ട് വരും, ബട്ട് ഇന്ന് ഇത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ഏകദേശം കഴിഞ്ഞ 4 വർഷം ഏകദേശം ഒരു ഓൾമോസ്റ്റ് 1.5 ലക്ഷം ലിറ്റർ ഡീസൽ ലാഭിച്ചിട്ടുണ്ട്. അതായത് ഡീസൽ ഒരു തുള്ളി പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോഴേ മോർ ദാൻ 1 crore ഡീസലിന്റെ ഒരു 6 പുതിയ സോളാർ ഫെറികൾ നമ്മൾ തന്നെ നിർമ്മിക്കുന്നുണ്ട്. ഗവൺമെന്റ് വേണ്ടി, കേരള ഗവൺമെന്റ് വേണ്ടി, മറ്റുള്ള സംസ്ഥാനങ്ങൾക്കും വേണ്ടി നിർമ്മിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചെയ്യുന്നതിന്റെ ഇടയിലും നമ്മൾക്ക് വേറെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് വെറുതെ ആ ഇമെയിൽ അയക്കൽ മാത്രമല്ല, ഞാൻ ഉദാഹരണത്തിന് പല പ്രാവശ്യം വിജിലൻസ് ഓഫീസിൽ കയറിയിട്ടുണ്ട്. വിജിലൻസ് ഓഫീസിൽ കയറി പറയാൻ നോക്കി. അതായത് പലരും ഇതുപോലെ കംപ്ലൈന്റ് ചെയ്യും, ഈ ബോട്ട് ഓടൂല, വെറുതെ ഗവൺമെന്റ് കാശ് കളയാന്ന് പറഞ്ഞ് വിജിലൻസ് കംപ്ലൈന്റ് ചെയ്യും. അപ്പൊ നമുക്ക് ആണല്ലോ പിന്നെ ബുദ്ധിമുട്ട്. തിരുവനന്തപുരം വിജിലൻസ് ഓഫീസ്, ആലപ്പുഴ വിജിലൻസ് ഓഫീസ്, ഇങ്ങനെ കയറി ഇറങ്ങി പോലീസുകാരെ കൺവിൻസ് ചെയ്യുക ഈ ബോട്ട് ഓടും എന്ന്. പിന്നെ അതേപോലെ തന്നെ ബോട്ട് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് PIL ഉണ്ടായിരുന്നു ഹൈക്കോടതിയിൽ സ്റ്റേ ചെയ്യാൻ ഈ പ്രോജക്റ്റ്. ഇങ്ങനെ പല പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലല്ല, ഇന്ത്യയിൽ പൊതുവെ ഇതൊക്കെ സംഭവിക്കും. നമ്മളൊരു പുതിയ സാധനം ഇറക്കുമ്പോൾ ഈ മറ്റുള്ള എക്സിസ്റ്റിംഗ് ആൾക്കാർ, അതായത് ഡീസൽ ബോട്ട് ബിൽഡറും സ്റ്റീൽ ബോട്ട് ബിൽഡറും ഡീസൽ സപ്ലൈ ചെയ്യുന്നവർ, ഇവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു നഷ്ടം ഉണ്ടാവും. ഇങ്ങനെ ഈ മെയിൻ്റനൻസ് ഒന്നുമില്ല, ഫ്യൂലൊന്നും വേണ്ടാത്തൊരു ബോട്ട് വരുമ്പോൾ. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ അവർ ഒപ്പോസ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ റെസിസ്റ്റ് ചെയ്യാനാണ് ഇതിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ചലഞ്ച്. ഈ ഒരു ബോട്ട് ഉണ്ടാക്കാൻ ടെക്നിക്കൽ ചലഞ്ചിനെക്കാട്ടി കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ. നമ്മളത് അതിജീവിച്ചാൽ, ഇത് അതിജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ സ്ട്രോങ്ങർ ആവും. അപ്പൊ അതുകൊണ്ടാണ് എൻ്റെ ഒരു വിശ്വാസത്തിൽ നല്ലൊരു സ്ട്രോങ് റൈവൽ, അതായത് ഒരു ബിസിനസ് ആകുമ്പോൾ ഒരു റൈവൽ ആവശ്യമാണല്ലോ, വേറൊരാൾ കോമ്പറ്റീറ്റർ. പിന്നെ ഒരു സ്ട്രോങ് ശത്രു എന്ന് പറഞ്ഞാൽ നമ്മളെ തകർക്കാൻ നടക്കുന്നവർ. ഇങ്ങനെ ഈ രണ്ടും നമുക്ക് ഉണ്ടെങ്കിൽ ഇവൻച്വലി നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആവും. ഇതാണ് എൻ്റെ ഒരു വ്യൂ. അതൊരു ആവശ്യമാണ് നമുക്ക്. നമ്മൾ വളരെ ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ പൊട്ടൻഷ്യൽ ഒരിക്കലും എത്തൂല. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പൊട്ടൻഷ്യലും കടന്നു പോകും. പിന്നെ ഇതെല്ലാം പറയുമ്പോൾ ലക്ക് ഓർ ഭാഗ്യം ഓർ ഡെസ്റ്റിനി, ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പല ബിസിനസ്സുകാരും വന്ന് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയും, ഞാൻ 5 വർഷം മുമ്പ് പ്ലാൻ ചെയ്തു, ഞാൻ ഇത് ചെയ്യും അത് ചെയ്യും, ഇങ്ങനെ സ്റ്റെപ്പ് പറയും. ഇതൊക്കെ ചുമ്മാ. പല കാര്യങ്ങളും നമ്മൾ ഇങ്ങനെയൊക്കെ ആവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്ക് അറിഞ്ഞൂടാ, അത് ആർക്കും അറിയൂല. എല്ലാരും ഇതൊക്കെ പറയുന്ന ഹൈൻസൈറ്റ് വിസ്ഡം ആണ്. നമ്മള് ഈ സംഭവം കഴിഞ്ഞ ഇപ്പൊ 5 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഇനി പറയാമോ അന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്ന കഥ പറയാം. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. പലതും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റാത്തതാണ്, പലതും നമ്മുടെ കൺട്രോളിലാണ്. ലൈക്ക് ഇൻഡസ്ട്രിയിൽ ബാറ്ററിയുടെ പ്രൈസ് എങ്ങനെ മാറുന്നു, സോളാറിന്റെ പ്രൈസ് എങ്ങനെ മാറുന്നു, ഇതൊന്നും നമ്മുടെ കൺട്രോളിലുള്ളതല്ല. പക്ഷെ ഇതൊക്കെയാണ് തീരുമാനിക്കുക നമ്മുടെ സക്സസും. ഇപ്പൊ ഉദാഹരണത്തിന് ഡിഫൻസിന്റെ ഒരു പ്രോജക്ട് നമുക്ക് കിട്ടിയത്, ഡിഫൻസ് സാധാരണഗതിയിൽ ഇത് തൊട്ട് നോക്കുകയില്ല. അവർ ആദിത്യയുടെ ആ ഒരു പെർഫോമൻസ് കണ്ടു, ഒരു ഹൈ സ്പീഡ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസമുള്ള, ഇന്ത്യയിൽ വേറെ നോളജിൽ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അപ്രോച്ച് ചെയ്തു. അപ്പൊ ഇത് പലതും ഭാഗ്യമാണ്. നമ്മൾ ഹംബിൾ, ഹാർഡ് വർക്കിംഗ്. ഈ ഭാഗ്യമാണെന്ന് പറയുമ്പോൾ പോലെ ഈ നമ്മൾ ഈ ലോട്ടറി വിൽക്കാൻ വേണ്ടി ലോട്ടറി എടുക്കണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മളുടെ ശ്രമങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. അതേപോലെ നമ്മുടെ ചുറ്റും വരുന്ന അവസരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒബ്സർവ് ചെയ്ത് ശ്രദ്ധിക്കണം. അത് ഗ്രാബ് ചെയ്യലാണ് ഈ ലക്ക് എന്ന് പറയുന്നത്. അല്ലാണ്ട് ലക്ക് വരും എന്ന് പറഞ്ഞ് കസാര ചാരിന്റെ ഒരു കാര്യമില്ല. ഇപ്പൊ നമ്മുടെ ബോട്ടിന്റെ കമ്പാരിസൺ പറഞ്ഞാൽ ഡെയിലി 7500 സാധനം നമ്മുടെ ബോട്ടിൽ 185 രൂപയുള്ളൂ. ഇതാണ് ഡിഫറൻസ്.
ഡെയിലി കോസ്റ്റ്. അതായത് ഏകദേശം 25 ലക്ഷമാണ് ഡെയിലി സേവിങ്സ്. ഇപ്പൊ നമ്മളൊരു ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യൽ തുടക്കം വാങ്ങിക്കുന്ന ബോട്ടിന്റെ കാശ് ഏകദേശം ഒരു 75 ലക്ഷം കൂടുതലാണ്. പക്ഷേ നമ്മൾ എപ്പോഴും ഒരു പ്രോഡക്റ്റ് നോക്കേണ്ടത് ലൈഫ് സൈക്കിൾ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് ആണ് എപ്പോഴും. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് നോക്കുമ്പോൾ ആദ്യ പോലത്തെ സോളാർ ഫ്രീന് പകുതി കാശേ ഉള്ളൂ. കാരണം ഇന്ന് ഫൈനാൻസിങ് എന്ന് പറയുന്ന സാധനം ഉള്ളതുകൊണ്ട് ലൈഫ് സൈക്കിൾ കോസ്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ നമ്മൾ സോളാർ ചെയ്തു, അതേപോലെ ഈ മേഖലകളിലുള്ള ബോട്ടുകൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം ഇത് മോഡൽ ടാക്സി ചെയ്യുന്നുണ്ട്, ഇനിയിപ്പോ ഹൈസ്പീഡ് ബോട്ടുകൾ ചെയ്യുന്നുണ്ട്, പല പല മോഡേൺ. അതുകൊണ്ടാണ് ആ മെറീൻ ട്രാൻസ്പോർട്ടിന് ട്രാൻസ്ഫോർമേഷൻ പറ്റുന്നത്. ഇത് ചെയ്താലേ ഒരു മാറ്റം വരുള്ളൂ. വെറും പബ്ലിക് ട്രാൻസ്പോർട്ട് മാത്രം ചെയ്താൽ പോരാ. നമുക്ക് ഇത് കാരണം ആദ്യത്തെ കാരണം പല പല അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് പ്രധാനമന്ത്രിയിൽ നിന്നും. അതുപോലെ ലോകത്തിലെ ഏറ്റവും നല്ല ഇലക്ട്രിക് ഫെറിയുടെ അവാർഡാണ് ഈ കഴിഞ്ഞ വർഷം കിട്ടിയത്, ഗസ്റ്റാവ് ട്രൂ അവാർഡ്. അതാണ് നമ്മളെ സംബന്ധിച്ചൊരു ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ്. അങ്ങനെ പല പല കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ സംരംഭകരെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഈ ജീവിതത്തിൽ എന്തെങ്കിലൊക്കെ ഇമ്പാക്ട് വരുത്തണം എന്നാണ്. ഈ ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊരു പെർസ്പെക്റ്റീവ്, നമ്മുടെ മാത്രമല്ല. ആ ഇമ്പാക്ട് ചെയ്യുന്നതിന് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽത്ത് ആണ്. അതായത് നമുക്ക് ഒരു പൈസ ഓർ വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഇമ്പാക്ട് ചെയ്യാൻ കൂടുതൽ പറ്റും. ആ വെൽത്ത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഈ സീക്വൻസ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. വെൽത്ത് ക്രിയേഷൻ കഴിഞ്ഞിട്ടാണ് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ. ഇല്ലാത്ത സാധനം നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. വെൽത്ത് ക്രിയേഷൻ ആണ് ഫസ്റ്റ്. അപ്പൊ വെൽത്ത് ക്രിയേഷനിലെ ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺട്രപ്രണർഷിപ്പ് ഓർ സംരംഭകത്വം. അത് ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് വെൽത്ത് ക്രിയേഷൻ ഉണ്ടാവുക. അപ്പൊ അത് ഉണ്ടെങ്കിൽ ജോബ് ക്രിയേഷനും കൂടിയാണ്. ഇപ്പൊ നിങ്ങളുടെ കോളേജില് ഒരു 10% പേര് ഓൺട്രപ്രണേഴ്സ് ആയെങ്കിൽ ബാക്കി 90% ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ സെൽഫ് സഫീഷ്യന്റ് ആയി, പിന്നെ ബാക്കിയുള്ള ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ആ ജോബ് ക്രിയേഷൻ. അതുകൊണ്ടാണ് ഓൺട്രപ്രണർഷിപ്പിനെ നേഷൻ ബിൽഡിംഗ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ നേഷൻ ബിൽഡിംഗ് പ്രോസസ്സിൽ ഭാഗമാണ്. നിങ്ങൾ എല്ലാവരും ആയാൽ അത്രയും നല്ലത്. എന്നാൽ കുറച്ചു പേരെങ്കിലും ഒരു ഓൺട്രപ്രണർ ആവണം, അതിലേക്ക് ശ്രമിക്കണം. അത് എന്തായാലും ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങളിൽ. പിന്നെ ഞാൻ നമ്മുടെ നവോൾട്ട് എന്നതിന്റെ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ മെറീൻ ട്രാൻസ്പോർട്ടിനെ ഒരു കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യുക, ഒരു നല്ലൊരു ബെറ്റർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആക്കുക. ഈ റോഡിൽ ടെസ്ല ചെയ്യുന്ന അതേ രീതിയിൽ നമ്മളാവണം എന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മളത് ചെയ്യും. അത്രേ ഉള്ളൂ എനിക്കിപ്പോ പറയാനുള്ളത്. ബാക്കി നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ച് we can interact. Thank you so much, sir. I'm just gonna screen share. I think we can stop, alle, so we can get you on the spotlight. Yeah. Yes. Okay. Yes, sir. Sir, thank you so much. Sir, in the journey, especially we loved how you connected with the students. Students in a relate ചെയ്യുന്ന പോലെ മൂവി എക്സാമ്പിൾസ് കൊടുത്തിട്ട് ആ ബിഗിനിങ് തൊട്ട് അവർ എങ്ങനെയാണ് ആ ഒരു മേഖലയെ വരേണ്ടത്, എസ്പെഷ്യലി ദ റൂട്ട് ടു ഗോ, നോട്ട് ഫോളോ ദ ഹേർഡ്, ലുക്ക് ഫോർ മോർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഹാവ് എ ബ്രോഡർ ഗോൾ. അപ്പോൾ ഏത് ഓപ്പർച്യൂണിറ്റി വന്നാലും അത് ഗ്രാബ് ചെയ്യാൻ അവർക്ക് പറ്റും. അത് ഒരു ഇമ്പോർട്ടന്റ് ഒരു ഭാഗമാണ് ഫോർ ദം ടു അണ്ടർസ്റ്റാൻഡ്. എസ്പെഷ്യലി ഈ ഒരു ബ്രോഡ് ഗോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും വിൽ ബി ഏബിൾ ടു ലുക്ക് ഫോർ ഇറ്റ് ആൻഡ് സീക്ക് ഫോർ ഇറ്റ്. ആ ഒരു ഭാഗം ഐ തിങ്ക് ഇസ് വെരി ഇൻസ്പിറേഷണൽ ഫോർ ആർ സ്റ്റുഡൻസ് റൈറ്റ് നൗ, ബിക്കോസ് ദേ ആർ ലുക്കിംഗ് ഔട്ട്. It's like an open veranda for them or an open ground for them, right? So avarku aa oru part I think will be very helpful for them. Adallande even the whole rivals illengil to even look for shatruggal undengil adu nammaleയാണ് stronger ആക്കുന്നത്. ആ പോയിന്റ് ഐ തിങ്ക് സ്റ്റുഡൻസ് നിങ്ങൾ എല്ലാവർക്കും അത് മനസ്സിൽ വെക്കേണ്ടതാണ്. ഇറ്റ്സ് ഗുഡ് ടു ഹാവ് റൈവൽസ്. പിന്നെ ഗസ്റ്റവ് അവാർഡിന്റെ ഒരു that part, just to get that award and to
to showcase India at a larger platform and to transform the way this whole space is, especially the marine transportation. It's really wonderful and inspirational to hear from you, sir. So, Adi, the question is, why marine transportation? എവിടെയാണ് അതിന്റെ തുടക്കം for you? ഓക്കെ, ഞാനൊരു നേവൽ ആർക്കിടെക്ട് ആയതുകൊണ്ട്, അതായത് ഷിപ്പ് ഡിസൈനർ ആയതുകൊണ്ട് എനിക്ക് അറിയാവുന്ന ഏരിയ ഷിപ്പ് ഉണ്ടാക്കലും നിർമ്മാണമാണ്. നമുക്ക് അറിയാവുന്ന മേഖല ഏറ്റവും ബെസ്റ്റ് ആവാൻ ആണ് ഈ പറഞ്ഞ സൗത്ത് കൊറിയയിലൊക്കെ പോയി, അവിടെ സൗത്ത് കൊറിയയിലാണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഷിപ്പ് ബിൽഡിംഗ് ഉള്ളത്. കൂടുതൽ പഠിച്ച് മനസ്സിലാക്കിയതും ആ മേഖലയിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം ചിന്തയും വന്ന് അതുകൊണ്ടാണ്. നമുക്ക് അറിഞ്ഞിടാത്ത ഏരിയ പറ്റി ചെയ്ത കാര്യമില്ലല്ലോ, അതുകൊണ്ട് മെറീൻ ട്രാൻസ്പോർട്ട്. Okay, and from the beginning, why marine or why naval? Like starting, sir, in our എന്തുകൊണ്ട് IIT-യിൽ നേവൽ ആർക്കിടെക്ട് ചൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതൊരു 10-25 വർഷം മുമ്പത്തെ കഥയായതുകൊണ്ട് ശരിയായ രീതിയിൽ ഓർമ്മയില്ല. എന്നാലും കഥ ഉണ്ടാക്കാം എന്ത് വേണേലും. ബട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു പെങ്ങളുടെ, അതായത് കസിൻ സിസ്റ്ററിന്റെ ഭർത്താവ് ഇതുപോലെ ഷിപ്പിംഗിലാണ്. അപ്പൊ ആ 10ാം ക്ലാസ് സമയത്തൊക്കെ അദ്ദേഹമായിട്ട് കുറച്ച് നല്ലോണം ഇന്ററാക്ട് ചെയ്തതായിട്ടാണ് എൻ്റെ ഓർമ്മ. അപ്പൊ അദ്ദേഹം ഷിപ്പിംഗ് ആയതുകൊണ്ട് അത് എൻ്റെ മനസ്സിൽ നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്ത് കാണണം. അതുകൊണ്ട് IIT-യിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ ഞാൻ നേവൽ ആർക്കിടെക്ചർ ചൂസ് ചെയ്തു എന്നാണ് തോന്നുന്നത്. അല്ലാണ്ട് വേറൊന്നും എനിക്ക് കാര്യമില്ല. Right, so thank you. Just that one role model or somebody to speak to, I think is a very important thing. So students, ningalum ingane samsaricha conversations through aanu ningalkum different ideas illengi oru direction kittan pone. So we'll take questions from our students here, sir. So adiyate Yadu Krishna aanu. Might take a minute for him to unmute. Hello. Keka Yadu parayu. Sir, കൃഷ്ണ ജില്ലയിലെ എന്താണെന്ന് വെച്ചാൽ യദു ഇതിന്റെ പ്രോബ്ലം ഉണ്ട്. വേണമെങ്കിൽ ഒന്ന് വീഡിയോ വേണമെങ്കിൽ ഓഫ് ചെയ്തിട്ട് ചോദിക്കൂ യദു. ഹലോ, നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ട്. പറയൂ. ഇപ്പൊ ബെറ്റർ ആണ്, പറയൂ. അങ്ങനെ പല നേട്ടങ്ങളും ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ സാറിന് ലഭിച്ചിട്ടുണ്ട്. ഹലോ, ക്ലിയർ ആവുന്നുണ്ടോ? സാറിന്റെ ഇനി ആദിത്യ എന്ന ഇന്ത്യയിലെ ആദ്യ സോളാർ ഫെറിയെ പറ്റി പല എക്സാമുകളിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ സാറിന് ഇപ്പോൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, സാറിന്റെ ലക്ഷ്യം പൂർണ്ണമായി കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന ഫീലാണോ ഉള്ളത്, അതോ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഇതാണോ ഉള്ളത്? ഓക്കെ, നമ്മളെ സംബന്ധിച്ച് ആദിത്യ ഒരു വലിയൊരു മൈൽ സ്റ്റോൺ ആണ്. അതായത് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഒരു വേറൊരു രീതിയിൽ ചെയ്യാമെന്ന് കാണിക്കാൻ പറ്റിയതിൽ വളരെ ഒരു മൈൽ സ്റ്റോൺ, ഒരു അഭിമാനമുണ്ട്. പക്ഷെ ഇതൊക്കെ ഒന്നും അല്ല എന്നാണ് നമ്മുടെ ഒരു ചിന്ത. ഇതൊരു ജസ്റ്റ് ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ ഈ പറഞ്ഞ പോലെ മൊത്തം മെറീൻ ട്രാൻസ്പോർട്ടിൽ മാറ്റം വരുത്തുക എന്നാണ്. അതിപ്പോ ഞാൻ ചിലപ്പോ ഇനി ഒരു 5-10 വർഷം കഴിഞ്ഞ് മെറീൻ ട്രാൻസ്പോർട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഗോൾ വരികയായിരിക്കും. അതായത് മൊത്തം ട്രാൻസ്പോർട്ട് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ വല്ലതും ആവാം. അപ്പൊ അൾട്ടിമേറ്റ്ലി ഞാൻ അതാ പറഞ്ഞത്, നമുക്കൊരു സ്പെസിഫിക് ഗോളിന് പകരം കുറച്ചുകൂടി ഒരു സിസ്റ്റം ലെവൽ തിങ്കിങ് ആയാലേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ കുറെ ഗോളുകൾ വരും തന്നെത്താനെ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇതെല്ലാം ആയി ഇനി നമുക്ക് റിലാക്സ് ചെയ്യാമെന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട ലെവൽ എത്തിയിട്ടില്ല. ഇനിയും കുറെ നേടാനുണ്ട്, ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറെ ഇമ്പാക്ട് വരുത്താനുണ്ട് എന്നാണ് വിശ്വാസം. താങ്ക് യു യദു ആ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട്. അടുത്തതായിട്ട് അഭിരാമി. Hello sir, good morning. Morning. Nice to meet you sir and thank you to all. First one, ഞാൻ അഭിരാമി, പാലക്കാടാണ് വീട്, മലമ്പുഴ ITI വുമൻസിലെ സ്റ്റുഡന്റ് ആണ്. ആൻഡ് ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ. സാർ, ഈ വിജയകരമായ പദ്ധതി തുടങ്ങുന്ന സമയം സാറ് ഏറ്റവും കൂടുതൽ നേരിട്ട പ്രശ്നം
അതെങ്ങനെയാണ് സാർ മറികടന്നതും അത് ഏത് മനോഭാവത്തോടു കൂടിയാണ് സാർ മറികടന്നതും? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ സർ. നമ്മളെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ അന്നത്തെ പ്രശ്നങ്ങളെല്ലാം കുറച്ച് ലാഘവത്തോടെ ഇപ്പൊ കാണുമായിരിക്കും. അത് എല്ലാം അങ്ങനെയാണല്ലോ. നമ്മളിപ്പോ പണ്ട് സംഭവിച്ച കാര്യങ്ങൾ ഇന്ന് നോക്കുമ്പോൾ ഇത് ചെറിയ കാര്യങ്ങളായി തോന്നും. എന്നാൽ അന്ന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ നമ്മളെ ടെക്നിക്കൽ ഇപ്പൊ ഈ ബോട്ട് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ സാധാരണ ബോട്ടിനെക്കാട്ടി കുറെ കൂടെ സമയമെടുത്തു. നമുക്ക് 1-2 വർഷം എടുത്തു ഇതിന്റെ ഡിസൈൻ എഞ്ചിനീയറിംഗ്. പക്ഷെ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള പ്രശ്നത്തെക്കാട്ടി കൂടുതൽ മറ്റ് പ്രശ്നങ്ങളായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ബോട്ട് വരാണ്ടിരിക്കാൻ ശ്രമിച്ച പലരുടെയും ഒപ്പോസിഷൻ ആയിരുന്നു നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രശ്നം. അപ്പൊ അത് ഇന്ന് കാണുമ്പോൾ അത് ഞാൻ ഈ വിജിലൻസ് ഓഫീസും PIL എന്ന് പറയുമ്പോൾ ഞാൻ വളരെ തമാശയോടെ പറയുന്നെങ്കിലും അന്ന് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് പരിചയമില്ലേ, പോലീസ് സ്റ്റേഷനിലും കയറി കഥകൾ പറയാനൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഈ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾ പറയാൻ അറിയാം, അതല്ല ഈ ബോട്ട് ഓടും എന്ന് പോലീസുകാരെ കൺവിൻസ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് പറയാനേ പറ്റുള്ളൂ, നമ്മൾ ഇത് ഓടിച്ച് കാണിക്കുന്നു. ആ അവസരം തരിക. പിന്നെ ഈ ജഡ്ജിമാർ കുറച്ചുകൂടെ സെൻസിബിൾ ആയതുകൊണ്ട് അവര് നമുക്ക് ആ അവസരം തന്നു. അത് ഞാൻ കൺസിഡർ ചെയ്യുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഈ ശ്രമങ്ങളില്ലേ, ഈ ഓപ്പോസിഷൻ പലയിടത്തും വരുമ്പോൾ നമ്മൾ കുറെ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഒരു മോശമായ സ്വപ്നം കാണുന്ന പോലെ ഇപ്പൊ നോക്കുമ്പോൾ. പക്ഷെ ആ സ്വപ്നം ഒരു 2 വർഷം നീണ്ടു നിന്നേ ഉള്ളൂ. ഒരു രാത്രിയല്ല, ഒരു 2 വർഷം ഉണ്ടായിരുന്നു എന്നുള്ള ഒറ്റ പ്രശ്നം ഉണ്ടാവുള്ളൂ. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഓരോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ അവരവർ തന്നെ അത് സ്വന്തമായി സ്ട്രെങ്തൻ ആയിട്ട് അത് ഫേസ് ചെയ്യും. അതിന് പ്രത്യേകിച്ചൊരു ഞാൻ ചെയ്ത വഴി തന്നെ ആവണമെന്നില്ല. നിങ്ങൾ തന്നെ അതിന് സ്ട്രോങ് ആയി ഫേസ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നെത്താൻ നിങ്ങൾ തന്നെ അതിനെ ഫേസ് ചെയ്ത് സോൾവും ചെയ്യും. അത് ഒരു ട്രാൻസ്ഫറബിൾ അല്ല. നമ്മൾ അതുകൊണ്ടാണ് ആ സ്ട്രെങ്തനിങ് എന്ന് പറഞ്ഞത്, ആ ഫേസ് ചെയ്ത പ്രശ്നം. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്പെസിഫിക് കാര്യം ഞാൻ പറയുന്നതിൽ വലിയ അർത്ഥമില്ല. ബട്ട് ആ സ്ട്രെങ്തൻ ചെയ്യാനുള്ള കോൺഫിഡൻസും ആ പെർസിസ്റ്റൻസ്, അതിന്റെ പിറകെ നടക്കുക, ഇത് എന്തായാലും ചെയ്തെടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വന്നോളും. പിന്നെ ചുറ്റും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരും ഉണ്ടാവും. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഗവൺമെന്റും നമുക്ക് കേരള ഗവൺമെന്റും പല ഡിപ്പാർട്ട്മെന്റ്സും നമ്മൾ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഇത് മുന്നോട്ട് നീങ്ങാൻ. ഈ കുറച്ച് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഒന്നും അവർ വകവെച്ചില്ല. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ ഡിഫിക്കൽട്ട് ടൈംസിൽ സപ്പോർട്ടേഴ്സിനെയും സീക്ക് ചെയ്തിട്ട് അത് ഫേസ് ചെയ്യാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ഐ തിങ്ക് അതൊരു വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു പോയിന്റ് ആണ് സർ മെൻഷൻ ചെയ്തത്. നമ്മൾക്ക് ഏത് ചാലഞ്ചസ് ഫേസ് ചെയ്യണമെങ്കിലും അത് നമ്മളെ ആസ് എ കോർ നമ്മളെ സ്ട്രെങ്തൻ ആണ് ചെയ്യിക്കുന്നത്. എന്ത് ചാലഞ്ച് ആണെങ്കിലും ഒരു പുതിയ ലേണിംഗ് അതിൽ നിന്ന് വരും. ആൻഡ് ഗിവൻ ദാറ്റ് പോയിന്റ്, സർ പറഞ്ഞത് ടെക്നിക്കലി കുറച്ച് ഡിഫിക്കൽട്ടീസ് ഇല്ലെങ്കിലും ഈ ഒരു സാഹചര്യമായിട്ട് പുതിയ ലേണിംഗ് ടു ഒരു പോലീസ് ആളെ കൺവിൻസ് ചെയ്യുക. ദെൻ നമുക്ക് കുറെ ആൾക്കാർ ഹെൽപ്പും ചെയ്യാൻ വരും, ലുക്കിംഗ് അറ്റ് ദ വേ വി ആർ ട്രൈങ് ടു അപ്രോച്ച് ദിസ്. സോ സർ, കസ്റ്റമേഴ്സിന്റെ ഭാഗം നോക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ബ്രേക്ക് ഈവൻ ആയി ആൻഡ് ഇറ്റ്സ് ഓൺലി ഗോയിങ് ടു ഹെൽപ്പ് കേരള ഗവൺമെന്റ് കുറെ കാശിൽ ഓൾറെഡി ദിയർ അഹെഡ്. സോ കസ്റ്റമേഴ്സ് റിട്ടൻഷൻ ഇല്ലെങ്കിൽ അവരുടെ ഹാപ്പിനെസ്, ഞാൻ വായിച്ച കുറെ സ്ഥലത്ത് അത് നിങ്ങൾ മനസ്സിൽ വെച്ചിരുന്നു ഇൻ ടേംസ് ഓഫ് ആ സ്പേസ് ക്രിയേഷൻ ആവട്ടെ, ഇരിക്കുന്ന ആ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആവട്ടെ, ആ ഒരു ഏരിയ ആയിരുന്നു. സോ ഹൗ ഡിഡ് യു കം അബൌട്ട് ദാറ്റ്? കസ്റ്റമേഴ്സിന് എത്ര പ്രിഫറൻസ് അല്ലെങ്കിൽ വാല്യൂ കൊടുത്തിരുന്നു ഈ ഒരു ക്രിയേഷനിൽ, എസ്പെഷ്യലി ആദിത്യ ബോട്ടിൽ? ഓക്കെ, സോ നമ്മള് ഇപ്പൊ ഒരു ഡീസൽ ബോട്ടിൽ നിന്നും ഒരു സോളാർ ബോട്ട് ആവുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി കുറെ ബെനിഫിറ്റ്സ് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഈ ശബ്ദമില്ല, ഒരു യാത്ര ചെയ്യുമ്പോൾ ഈ ഡീസലിന്റെ സ്മെല്ലില്ല, വൈബ്രേഷൻ ഒന്നും ഇല്ല. അത് നാച്ചുറലി ഓട്ടോമാറ്റിക്കലി വരും. അത് കോൺഷ്യസ്ലി നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് വരും. പിന്നെ കോൺഷ്യസ്ലി ചെയ്ത ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ ഒരു ബോട്ടിനെക്കാട്ടി ഇപ്പൊ നമ്മൾ വാട്ടർ ട്രാൻസ്പോർട്ട് ബോട്ടാകുമ്പോൾ ഭയങ്കര കുത്തി തിങ്ങി നിൽക്കുന്ന ബോട്ടുകളാണ്, ചെറിയ ബോട്ടുകൾ, വീതി കുറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും വീതി കൂട്ടേണ്ട ഈ സോളാർ പാനൽ കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ വീതി കൂട്ടണം എന്നുള്ള തിങ്കിങ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് നമുക്ക് അക്കോമഡേഷൻ സ്പേസ് കുറെ കൂടെ വലുതാക്കി ആൾക്കാർ നല്ല സ്പേഷ്യസ് ആക്കി കൂടാ? അങ്ങനെ അപ്പൊ കുറച്ചുകൂടെ ആൾക്കാർ ഒരു ഓപ്പൺ ഫീലിംഗ് കിട്ടും. ആ ഒരു പെർസ്പെക്റ്റീവ് അങ്ങനെ വന്നു. പിന്നെ ഈ ബോട്ട് ശരിക്കും ആദ്യത്തെ സർവീസിൽ വന്നപ്പോ ആദ്യത്തെ ദിവസം, അതായത് 5-ാം തീയതി ആയിരുന്നു ഫസ്റ്റ് ട്രയൽ റൺ, 5th January. അന്ന് വന്ന കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ബോട്ടില്
ഭയങ്കര ശബ്ദമായിട്ട് നമുക്ക് മൊബൈലും പാട്ടൊന്നും കേൾക്കാൻ പറ്റില്ല. ഇതാകുമ്പോ ഒരു ശബ്ദമല്ല, ബോട്ട് നീങ്ങുന്ന തന്നെ അറിയുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് മ്യൂസിക് ഇട്ടൂടാ ഇങ്ങനെ? സോ ഓഫ്കോഴ്സ് നമ്മൾ ആ ഇനോഗ്രേഷൻ മ്യൂസിക് പ്ലെയർ ഒക്കെ ഇട്ടു. അപ്പൊ ഞാൻ പറയുന്നത് ചിലത് നമ്മൾ വിഷ്വലൈസ് ചെയ്യൂല. വിഷ്വലൈസ് ചെയ്യാൻ ചിലപ്പോൾ അവരെ പ്രോബ്ലം പലപ്പോഴും നമ്മൾ വിഷ്വലൈസ് ചെയ്യില്ല. റിയലി ഇറങ്ങി തിരിയുമ്പോഴാണ് കുറെ കൂടെ ഫീഡ്ബാക്ക് കിട്ടി പെട്ടെന്ന് ഐറ്ററേറ്റ് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക അങ്ങനെ. അപ്പോൾ കോൺഷ്യസ്ലി കുറെ ചെയ്തിട്ടുണ്ട് പലതും. പക്ഷേ സോളാർ ആയതുകൊണ്ട് തന്നെ വന്നിട്ടുമുണ്ട്. ബട്ട് കസ്റ്റമേഴ്സ് ആർ എൻഡ് ഓഫ് ദ ഡേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അവർക്ക് അതിന് വാല്യൂ ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആരും വാങ്ങിക്കില്ല ഈ ബോട്ട്. താങ്ക് യു സർ. ഐ തിങ്ക് കസ്റ്റമർ ഫീഡ്ബാക്ക് സർ പറഞ്ഞത്, കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റുഡൻസ് ഇത് നിങ്ങളുടെ ബിസിനസ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് എങ്ങനെ എടുക്കണം, അതെങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും നമ്മുടെ ഓൺ പ്രോഡക്റ്റിൽ നിന്ന് സർ ഓൾറെഡി പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ സ്റ്റുഡൻസിൽ നിന്ന് എടുക്കാം. നെക്സ്റ്റ് വരുന്ന അഭിഷേക് എം. അഭിഷേക് ചോദിക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ പലപ്പോഴും ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഒരു ബിസിനസ് പ്ലാനിന്റെ പ്രാധാന്യം പറയും. എന്റെ വ്യൂവില് ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുന്നത് ഒരു പ്രോസസ്സാണ്. നമ്മളിപ്പോ ഒരു ഐഡിയ വെച്ചിട്ട് ബിസിനസ് പ്ലാൻ ഉണ്ടാക്കി, പക്ഷെ നമ്മൾ സംരംഭം തുടങ്ങി കഴിഞ്ഞാൽ ആ ബിസിനസ് പ്ലാൻ പതുക്കെ എടുത്ത് ആ ഡസ്റ്റ്ബിൻ ഇടുക. ഇതാണ് എന്റെ വ്യൂ. കാരണം റിയാലിറ്റി ഈസ് ടോട്ടലി ഡിഫറെന്റ് ഫ്രം നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ റിയാലിറ്റിയിലാണ് ഇനി ജീവിക്കേണ്ടത്. അപ്പൊ ആദ്യം കമ്പനി വാങ്ങിക്കുന്നുണ്ടോ അവരുടെ റെസ്പോൺസ്, നമ്മൾ ചിലപ്പോൾ ആ ബിസിനസ് പ്ലാനിന്റെ മൊത്തം മാറിപ്പോകും. പിവോട്ട് ചെയ്യേണ്ടി വരും, ഐഡിയ മാറും. അപ്പൊ ആ ഒരു ഓപ്പൺ എൻഡഡ് ആക്കണ വേണ്ടിയാണ് ഞാൻ പറഞ്ഞ ബിസിനസ് പ്ലാൻ ഡെസ്റ്റിനാണ്. ബട്ട് ഐഡിയ ഈസ് ആ ഓപ്പൺ എൻഡ് ആയി ഫീഡ്ബാക്ക് ഫ്രം ക്ലയൻസിനാണ് നമ്മൾ ബാക്കി കമ്പനിയുടെ മാറ്റങ്ങൾ വരുത്തേണ്ടത്. ചോദിച്ചോ നെക്സ്റ്റ് ആള്. യെസ് അബി. താങ്ക് യു സർ. എന്റെ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് കൺഫ്യൂസിംഗ് ടോപ്പിക്കിന്റെ ആൻസർ ആണ് സാർ ഇത്തിരിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ആക്ച്വലി ടു ബി ഫ്രാങ്ക്, ഞാൻ എന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് റണ്ണ് ഫെയിലായി. ഇപ്പൊ സെക്കൻഡ് റണ്ണിന് വേണ്ടി ഒരു ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ട് പാരന്റ്സിന്റെ വഴി. അപ്പോ എന്റെ ഏറ്റവും വലിയ ഫെയിലിയേഴ്സ് ഒന്നതിന് കുറച്ചപ്പോഴേ സാർ പറഞ്ഞത്. മീൻസ് ഞാൻ മിസ് ഔട്ട് ചെയ്ത പോയിന്റ്. സാർ എന്റെ ഡൗട്ട് സാർ, ഞാൻ എന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം സാർ. സർ, ഈ ഇലക്ട്രിക് ബസ് ഉണ്ടാക്കിയിട്ട് അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബസ് സ്റ്റോപ്പ് സോളാറും വിൻഡ് എനർജിയും കൊണ്ട് പവർ അപ്പ് ചെയ്യുന്നത് പോസിബിൾ ആണ്? ചാർജിങ് സ്റ്റേഷൻ സോളാർ ആക്കണതോ? ചാർജിങ് സ്റ്റേഷൻ, അതായത് നോർമൽ ബസ് സ്റ്റോപ്പും ചാർജിങ് സ്റ്റേഷനും സെയിം ആയി. ഓക്കെ, സോ നമ്മള് സോളാർ കൊണ്ടൊരു ചാർജിങ് സ്റ്റേഷൻ ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ KCBയുടെ ഗ്രിഡിൽ നിന്ന് ചാർജിങ് സ്റ്റേഷൻ ചെയ്യാം. രണ്ട് ഓപ്ഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇപ്പൊ സോളാർ കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ പവറിന്റെ കോസ്റ്റ് കുറയോ ഇല്ലേ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ KCBന്ന് പവർ എടുത്തു കഴിഞ്ഞാൽ ചാർജിങ് സ്റ്റേഷൻ 5 രൂപയ്ക്കാണ് കിട്ടുക, 5 രൂപ പെർ യൂണിറ്റ്. ഈ സോളാർ കൊണ്ട് അത് 5ൽ കുറയാൻ പറ്റുമോ ഇല്ലേ, അതിന്റെ ആൻസർ അനുസരിച്ചിരിക്കും. ഇത് 5ൽ കുറയാൻ പറ്റിയില്ലെങ്കിൽ സോളാർ ഇസ് എ ബാഡ് ഐഡിയ. 5ൽ കുറയാൻ പറ്റിയെങ്കിൽ യെസ്. അത് പറയുമ്പോഴും ഞാൻ അത് ബോട്ട് എന്തുകൊണ്ട് ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞാൽ, ബോട്ടിൽ നമ്മൾ ഈ ബോട്ട് ഓടിക്കുമ്പോൾ, സോളാർ ബോട്ട് ഓടിക്കുമ്പോൾ ഗ്രിഡ് ആയിട്ട് കണക്റ്റഡ് അല്ല. അതായത് നമുക്ക് KCB ലൈൻ കുത്തിയിട്ട് ബോട്ട് ഓടിക്കാൻ പറ്റില്ല. അപ്പോ അതുകൊണ്ടാണ് സോളാർ ബോട്ടിൽ വെക്കുന്നത്. അപ്പൊ ബാറ്ററിയുടെ സൈസ് കുറയ്ക്കുകയും ചെയ്യാം, നമ്മുടെ കോസ്റ്റ് കുറയുകയും ചെയ്യും. വേറെ ഈ ബസ്സും കാറും ട്രെയിനും ഒക്കെ ചാർജ് ചെയ്യാൻ വരുമ്പോ ചാർജിങ് സ്റ്റേഷൻ എപ്പോഴും ഗ്രിഡ് കണക്ട് ചെയ്ത് വെക്കാം. ഇപ്പൊ സോളാർ നമ്മൾ ഒരു ഗ്രിഡ് സ്റ്റേഷൻ വെച്ച് പവർ അതിനായിട്ട് കുറവ് ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ ദ ആൻസർ ഇസ് യെസ്, വിച്ച് മീൻസ് ആ സോളാറിന്റെ പ്ലാന്റ് വളരെ വലുതാണ്. ചെറിയ സോളാർ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അത് എക്കണോമിക്കൽ ആവൂല എന്നാണ് എൻ്റെ ഒരു വ്യൂ. അത് ഓക്കെ ആണ്? ആൻസർ കിട്ടിയോ അഭിഷേക്? യെസ് സർ. എന്റെ വൺ ഓഫ് ദ ഡ്രീം പ്രോജക്ട്സ് ആണ് ഒരു സോളാർ അല്ല, ഒരു ഇലക്ട്രിക് ബേസ്ഡ് കൊമേഴ്സ്യൽ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉണ്ടാക്കണം. യെസ്. അപ്പോ ഇതിന് വേറൊരു തോട്ട് പ്രോസസ്സിൽ വേറൊരു ഐഡിയ ചെയ്യാവുന്നത്, നമ്മൾ ഈ സോളാർ എവിടെ വെക്കുന്നു എന്ന് ഡിഫറെന്റ് ആയി ചിന്തിക്കാം. അതായത് ചാർജിങ് സ്റ്റേഷൻ വെക്കുന്നിടത്ത് തന്നെ ഈ സോളാർ വെക്കണമെന്നില്ല. അതിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയാം, വീലിംഗ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഉദാഹരണത്തിന് പാലക്കാട് കുറെ സ്ഥലമുണ്ട്, വലിയ ഏരിയ ഉണ്ട്, അധികം ആൾ താമസമില്ലാത്ത, അവിടെ ലാൻഡിനും റേറ്റ് കുറവാണ്, അവിടെ സോളാർ പ്ലാന്റ് ഇടുക.
എന്നിട്ട് KSEBയിൽ പ്ലാന്റ് ഫീഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ചാർജിങ് സ്റ്റേഷനിൽ അവിടെ നിന്ന് KSEB വഴി വലിച്ചെടുക്കുക. KSEB ഒരു വീലിംഗ് ചാർജ് എടുക്കുമായിരിക്കും, അത് പക്ഷെ കുറച്ച് കുറവായിരിക്കും. നമ്മുടെ ഓൺ പ്ലാന്റിന്റെ മേളിൽ അധികം ഏരിയ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായി ചിന്തിക്കാം. കോഴ്സ് അതിൽ ഇറങ്ങിത്തിരിക്കുമ്പോഴും കുറെ ആൾക്കാരുടെ അടുത്ത് ഇതേപോലെ സംസാരിക്കുമ്പോൾ പുതിയ പുതിയ ഐഡിയ കിട്ടും. then you can succeed. Yes, sir. Thank you, sir. താങ്ക് യു അബി. ആ ക്വസ്റ്റിന് സർ, അബി ഈസ് ബഡിങ് ഓൺട്രപ്രണർ, നമ്മുടെ ഒരു കുട്ടി സംരംഭകനാണ്. ഇന്നലെ തൊട്ട് അബിക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ഈ മേഖലയിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട്. സോ വെരി ഗുഡ് ക്വസ്റ്റ്യൻ അബി, താങ്ക് യു. അടുത്തത് ലക്ഷ്മി അനിൽ. ലക്ഷ്മി കേൾക്കുന്നില്ല, വീഡിയോ വേണമെങ്കിൽ ഓഫ് ചെയ്തോളൂ ലക്ഷ്മി. എനിക്ക് തോന്നുന്നു നാട്ടില് കുറച്ച് മഴ കാരണം ഇന്റർനെറ്റിന്റെ കുറച്ച് പ്രശ്നമുണ്ട്. ലക്ഷ്മി വീഡിയോ ഓഫ് ചെയ്തിട്ട് ട്രൈ ചെയ്യൂ. കേൾക്കുന്നുണ്ടോ മാം? ഇപ്പൊ കേൾക്കുന്നുണ്ട് ലക്ഷ്മി. യെസ് സർ, എന്റെ പേര് ലക്ഷ്മി അനിൽ. ഞാൻ കൊല്ലം വനിതാ ITIയിലെ ഡോട്ട്മാൻ സിവിൽ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ്. അപ്പൊ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, നമ്മുടെ ഏറ്റവും ലിറ്ററേറ്റ് ആയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. അൺഎംപ്ലോയബിലിറ്റി കൂടുതലുള്ളതും അൺഎംപ്ലോയിഡ് യൂത്ത് കൂടുതലും ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ ഈ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യൂത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഐഡിയ സാറിന് കൊടുക്കാൻ കഴിയുമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നിങ്ങളുടെ ITI കോളേജിൽ ഒരു 10% ആൾക്കാർ തന്നെ ഈ സംരംഭകം ഓൺടർപ്രണർഷിപ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ ബാക്കി 90% ആൾക്കാർക്ക് ജോലി കിട്ടും. ഒരാൾക്ക് തുടങ്ങി 10 പേർക്ക് ജോലി കൊടുക്കാൻ വലിയ പാടില്ല, ഈസിലി. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഒരു 100 പേരുണ്ട്, ഒരു 200 പേര് ഇൻഡയറക്ട്ലി ഉണ്ട്. സോ അങ്ങനെ തുടങ്ങുന്ന സമയത്ത് 10 പേർക്ക് ജോലി കൊടുക്കാൻ വലിയ ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ ഓൺടർപ്രണർഷിപ്പ് തന്നെയാണ് ഈ അൺഎംപ്ലോയ്മെന്റ് മാറ്റാനുള്ള പ്രധാന വഴി. അതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് കേരളയും സ്റ്റാർട്ടപ്പ് ഇന്ത്യ, ഇൻവെസ്റ്റ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്. ഇതുകൊണ്ടാണ്. കാരണം ജോബ് ക്രിയേഷൻ ആണ് ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എന്ത് ചെയ്യണം എന്ന് പറയുന്നതിന് അഡ്വൈസ് ഞാൻ കൊടുക്കൂല. കാരണം ഓരോരുത്തർക്ക് അവരവരുടെ ഐഡിയ ഉണ്ട്, ഓരോരുത്തർക്ക് അവരവരുടെ കേപ്പബിലിറ്റി ഉണ്ട്. എന്റെ വ്യൂ എന്റെ അറിവ് വെച്ചിട്ടുള്ളതാണ്, അത് ഭയങ്കര ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എന്റെ വ്യൂ നിങ്ങൾക്ക് സ്പെസിഫിക് പറഞ്ഞു തരുന്നത് തെറ്റായ കാര്യമാണ്. പക്ഷെ എനിക്ക് അഡ്വൈസ് ചെയ്യാവുന്ന ഒറ്റ കാര്യം, നമ്മൾ ചെയ്യുന്ന സാധനം ഒരു സോഷ്യൽ ക്യാപിറ്റൽ പോസിറ്റീവ് ആയതാവണം. അതായത് അതിന് ഒരു പോസിറ്റീവ് ജനറേറ്റ് ചെയ്യുന്നതാവണം. അതായത് ഈ ഇപ്പോൾ ഒരു സിഗരറ്റ് കമ്പനി തുടങ്ങിയാൽ അത് ഓൺടർപ്രണർഷിപ്പ് ആണ്. അതായത് അവർ കള്ള് ഷാപ്പ് തുടങ്ങിയാൽ ഓൺടർപ്രണർഷിപ്പ് ആണ്. ബട്ട് ദ പോയിന്റ് ഈസ്, അത് കാരണം ഈസ് ഇറ്റ് പോസിറ്റീവ് ടു സൊസൈറ്റി ഓർ നോട്ട് എന്നൊരു ചോദ്യം നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യും. സോ ഓൺടർപ്രണർഷിപ്പ് വെൽത്ത് ക്രിയേഷൻ ആണെങ്കിലും യു ക്യാൻ ചൂസ് പോസിറ്റീവ്ലി ബെനിഫിറ്റിംഗ്. അത്രേ ഉള്ളൂ. ഇത്രയും ഞാൻ സ്പെസിഫൈ ഉള്ളൂ. ബാക്കി കുറെ മേഖലകളുള്ളതുകൊണ്ട് ഞാൻ ഫർദർ അഡ്വൈസ് ചെയ്യുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നുന്നു. താങ്ക് യു സർ. താങ്ക് യു ലക്ഷ്മി ആ ക്വസ്റ്റ്യൻ ചോദിച്ചതിന്. സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ലെവൽ നോക്കിയിട്ട്, പിന്നെ നമ്മുടെ ആ മേഖലയിൽ പോകുമ്പോൾ നമ്മുടെ എൻവയറമെന്റ്, നമ്മുടെ കമ്മ്യൂണിറ്റിയെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ആ മേഖലയിൽ കയറുമ്പോൾ ആ ഒരു പോയിന്റ് സാർ പറഞ്ഞ് വെരി ഇമ്പോർട്ടന്റ് ആണ് സ്റ്റുഡൻസ്. ആൻഡ് പ്ലസ് കുറെ ഓൾറെഡി ഓൺട്രപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലും കേരളത്തിൽ തന്നെ ഈ പ്രോഗ്രാം തന്നെ നിങ്ങൾക്ക് വരുന്നത് ആ ഒരു ഭാഗമായിട്ടാണ്. സോ നിങ്ങൾക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓൾ യു ഹാവ് ടു ഡു ഇസ് മേക്ക് ദാറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ജോബ് ക്രിയേറ്റേഴ്സ് ആവാനുള്ള ഒരു പോയിന്റിലാണ് നമ്മുടെ ഇന്ത്യ ഉള്ളതും നമ്മുടെ കേരള സ്റ്റേറ്റ് എസ്പെഷ്യലി ഉള്ളത്. സോ താങ്ക് യു സോ മച്ച് ലക്ഷ്മി ആ ക്വസ്റ്റ്യനില്. സർ, ഇപ്പോ കോവിഡ് സമയം ആയതുകൊണ്ട് എവ്രിബഡി ഈസ് ഫേസിങ് എ സെറ്റ് ഓഫ് ചാലഞ്ചസ്. അപ്പൊ എങ്ങനെയാണ് സാറിന് വന്നിരിക്കുന്ന ഈ ചാലഞ്ചസ്, കോവിഡിന്റെ സ്പെസിഫിക് ആയിട്ട് വന്ന ചാലഞ്ചസും പിന്നെ അതിൽ നിന്ന് സം ലേണിംഗ്സ് നമ്മുടെ ഓൺട്രപ്രണേഴ്സ്, ബാക്കിയുള്ള ഓൺട്രപ്രണേഴ്സിന് സാറിന് കൊടുക്കാൻ പറ്റുന്നത്? ഓക്കെ, കോവിഡ് എല്ലാവർക്കും കുറെ പാഠങ്ങൾ തന്നിട്ടുണ്ടല്ലോ. നമുക്കും അതേപോലെ പല പാഠങ്ങളുണ്ട്. നമ്മുടെ തന്നെ 2-3 ആക്ടിവിറ്റീസ് ഉണ്ട്. ഒന്ന് ഈ പറഞ്ഞ മാനുഫാക്ചറിങ്, പിന്നെ ഡിസൈൻ ചെയ്യുന്നത്, പിന്നെ ഒരു ഷിപ്പിന്റെ അനലിറ്റിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഡിസൈനും ഷിപ്പ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ മാത്രം മതി എന്നുള്ള സാധനങ്ങളാണ്.
അതിന് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നുമില്ല. കാരണം നമ്മുടെ ക്ലയൻസ് മൊത്തം ലോകത്തില് പല രാജ്യങ്ങളിലുള്ള ആൾക്കാരായാണ്. ഷിപ്പിംഗ് ആണ്. ഷിപ്പിംഗ് നിർത്തി കഴിഞ്ഞാൽ ലോകത്തില് കംപ്ലീറ്റ് സാധനം നിൽക്കണമുണ്ട്. ഷിപ്പിംഗ് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ അവിടെ നമുക്കൊരു ഇഷ്യൂ ഇല്ല. ഇൻഫാക്ട് അത് ഗ്രോ ചെയ്തിട്ടേ ഉള്ളൂ. കോവിഡ് ആയിട്ട് എല്ലാവരും വർക്ക് ഫ്രം ഹോം ആണ് എന്നേ ഉള്ളൂ. മാനുഫാക്ചറിങ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് കുറെ ഓർഡർ ബുക്ക് ഉള്ളതുകൊണ്ട്, അതായത് ഒരു 22 ബോട്ട് ഉണ്ടാക്കാൻ ഇനിയുണ്ട്, ഓർഡേഴ്സ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഓർഡേഴ്സും വരുന്നുണ്ട്. ഇപ്പൊ ഡിസംബറിൽ തന്നെ നമ്മൾ വലിയ 2 ഓർഡർ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ലോങ് ടേം ആണ് നമ്മുടെ ഇമ്പാക്ട് ഉണ്ടെങ്കിൽ ലോക്ക്ഡൌൺ ചെയ്യാൻ റെസ്ട്രിക്ട് ചെയ്യുന്ന 1-2 മാസം, കഴിഞ്ഞ വർഷം 1 മാസവും ഈ വർഷം 1 മാസവും മാത്രമേ ആ മാനുഫാക്ചറിങ് അടച്ചിടേണ്ടി വന്നുള്ളൂ. അല്ലാണ്ട് വേറെ ഇമ്പാക്റ്റ് ഒന്നും കാര്യമായിട്ടില്ല. ചില ലോജിസ്റ്റിക്കൽസ് കാരണം സ്ലോവർ ആവും എന്നുള്ളതേ ഉള്ളൂ. ഇത് പറയുമ്പോഴും ഓൺടർപ്രണർഷിപ്പ് പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആ ഏപ്രിൽ കഴിഞ്ഞ വർഷം ലോക്ക്ഡൗൺ ആയ സമയത്ത് ഏപ്രിൽ മാസത്ത് എല്ലാവരും അടച്ച് വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട്, എൻ്റെ സിബി എന്ന് പറഞ്ഞ ഫ്രണ്ടിന്റെ കോമൺ ആയ ഒരു ഫ്രണ്ട് ഡോക്ടർ ജോസ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇങ്ങനെ നമ്മൾ പറഞ്ഞു, ഇങ്ങനെ അവിടെ ഒരു പൊതുവെ മാസ്ക് മാത്രമാണ് പ്രൊട്ടക്ഷൻ, ഫേസ് ഷീൽഡ് പറ്റൂല്ലേ, പുറത്ത് രാജ്യങ്ങളുണ്ട് ഇവിടെ ഇല്ല, ക്യാൻ യു ഡു സംതിങ്. നമുക്ക് 3D പ്രിന്റർ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജിന് ഫ്യൂ 100 ഫേഷ്യൽ 3D പ്രിന്റ് ചെയ്തൊക്കെ കൊടുത്തു. അപ്പൊ അതിന്റെ നീഡ് കൂടിയപ്പോൾ നമ്മൾ വിചാരിച്ചു, ഓക്കെ ദർ ഈസ് എ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഇതൊരു ചെറിയ സാധനമാണെങ്കിലും എപ്പോഴും നമ്മളൊരു സർവീസ് ചെയ്യുമ്പോഴും അത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വേണം, അല്ലെങ്കിൽ നമ്മുടെ കാശ് തീരുന്നവരെ ചെയ്യാം. ഇപ്പൊ അതിന് ഒരു റിക്കറിങ് ആവണമെങ്കിൽ അവിടെ ഒരു ബിസിനസ് വേണം. അപ്പൊ അതുകൊണ്ടാണ് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എപ്പോഴും ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മൾ അതിനെ പിന്നെ ഒരു ലാർജർ സ്കെയിൽ ആക്കി ഇഞ്ചക്ഷൻ മോൾഡിങ് ആക്കി വി ആർ സപ്ലൈഡ് ഓൾമോസ്റ്റ് 1 lakh plus ഫേസ് ഷീൽഡ്സ്. അപ്പൊ ഇത് നമ്മുടെ മെയിൻ പ്രൈമറി ആക്ടിവിറ്റി അല്ല, എന്നാലും ആ 2 മാസം നമ്മൾ ഒബ്സർവ് ചെയ്ത് വെച്ചിട്ട് ആ 3 months ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. സോ ഏതൊരു അവസരത്തിലും ദർ വിൽ ബി ആൻ ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ ഇന്ന് ആണെങ്കിൽ കഴിഞ്ഞ മാസം കുറെ ഓക്സിജൻ റിലേറ്റഡ് ആയിരുന്നു, കുറെ പേര് അതിനു വേണ്ടി ചെയ്തിട്ടുണ്ട്. ഓക്സിജൻ പലയിടത്തും സോഴ്സ് ചെയ്യുക, പൾസ് മീറ്റർ സോഴ്സ് ചെയ്യുക, മേക്ക് ഇറ്റ് ആസ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഫ്ലീസ് ചെയ്യില്ലേ. അതായത് 10 രൂപയുടെ സാധനം 1000 രൂപയ്ക്ക് വിൽക്കല്ലേ, അങ്ങനെയല്ല. അത്യാവശ്യമാണെന്ന് തോന്നുമ്പോൾ ജസ്റ്റ് മേക്ക് ഷുവർ നമ്മുടെ കോസ്റ്റ് ഇസ് കവേർഡ് പ്ലസ് സം പ്രോഫിറ്റ് സോ ദാറ്റ് യു ക്യാൻ ഡു അഗെയിൻ. റിപ്പീറ്റ് ചെയ്യാനെങ്കിൽ പ്രോഫിറ്റ് ഇല്ലാണ്ട് സാധനം റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കാശ് തീരുന്നവരെ ചെയ്യാൻ പറ്റുള്ളൂ. യു ഹാവ് ടു മേക്ക് പ്രോഫിറ്റ് ആൻഡ് മേക്കിംഗ് പ്രോഫിറ്റ് ഈസ് നോട്ട് ബാഡ്, ഇറ്റ് ഈസ് ഗുഡ്. സോ അത് സസ്റ്റെയിൻ ചെയ്യുക, സ്കെയിലപ്പ് ചെയ്യുക. ഏത് അവസരത്തിലും ദർ വിൽ ഓൾവേസ് ബി എ പ്രോബ്ലം. എന്റെ മേഖല അല്ല ഈ പറഞ്ഞ മെഡിക്കലും ഹെൽത്ത് ഒക്കെ, ഇറ്റ്സ് നോട്ട് നത്തിങ് ടു ഡു വിത്ത്. ബട്ട് ആ 1 മാസം പ്രത്യേകിച്ച് ഒരു പണിയില്ലാണ്ട് വീട്ടിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണല്ലോ എന്ന് പറയുന്നത് വി ഡിഡ് സംതിങ്, അങ്ങനെ പറയുന്നല്ലോ. സോ യു ക്യാൻ ഓൾസോ ഡു മെനി തിങ്സ്. Yes, sir, agreed. ആ സീക്കർ ആയിരിക്കണം ഓരോ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട്. ദാറ്റ്സ് എ വെരി കീ പോയിന്റ്. നെക്സ്റ്റ് കുട്ടികൾ ദേ ആർ സ്റ്റിൽ മെസ്സേജിങ് us on WhatsApp asking for questions. So അടുത്ത ക്വസ്റ്റ്യൻ വന്ന് പ്രതീഷ് കുമാറിനെ നിന്നാണ്. പ്രതീഷ്. ഹലോ സാർ, ഞാൻ പഠിക്കുന്നത് മണലൂർ ITIയിലാണ്. എൻ്റെ പേര് പ്രതീഷ്, MMVക്കാണ് പഠിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ള എന്താന്ന് വെച്ചാ കിടമത്സരങ്ങളെ എങ്ങനെയാണ് സാർ നേരിടേണ്ടത്? കിടമത്സരങ്ങളെ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത്? കിടമത്സരങ്ങളെ എങ്ങനെയാണ് സാർ നമ്മൾ നേരിടേണ്ടത്? എന്ത് മത്സരമാണ്? കോമ്പറ്റീറ്റർ ആണോ ഉദ്ദേശിച്ചത്? കിടമത്സരങ്ങൾ. അത് കോമ്പറ്റീറ്റർ ആണോ പ്രതീഷ് ഉദ്ദേശിച്ചത്? ഓക്കെ. കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെ നേരിടുന്നോ അതാണ് ചോദ്യം. ഓക്കെ, ശരി, ഓക്കെ. ഈ കോമ്പറ്റീറ്റേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമ്പറ്റീറ്റേഴ്സ് ഉള്ളത് നല്ലതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവില് ഞാൻ പറയാം. അതായത് നമ്മളിപ്പോ നേരത്തെ ഒരാൾ ചോദിച്ച പോലെ ഈ ആദിത്യ ചെയ്തുകൊണ്ട് നമ്മൾ റിലാക്സ് ചെയ്യാണോ, ഇനി ആദിത്യകൾ മാത്രം ഉണ്ടാക്കിയാൽ മതിയോ, അങ്ങനെയാണോ എന്ന്. നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ ആദ്യത്തെ സോളാർ ഫെറി കൊണ്ടുവന്നു, ഇപ്പൊ 4.5 വർഷമായി.
കഴിഞ്ഞ 4 വർഷം വേറെ ഒരു സോളാർ ഫെറി ഇല്ല. ആദ്യത്തേയും പിന്നെ ഏക സോളാർ ഫെറി ആണ് 2017 മുതൽ 20 വരെ. 21 ഏകദേശം ഒരു 10 സോളാർ ഫെറി ഇറങ്ങും ഇന്ത്യയിൽ. അതിൽ പകുതി കൂടുതൽ നമ്മുടെ ആയിരിക്കും. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതായത് നമ്മൾ മറ്റുള്ള കോമ്പറ്റീറ്റർ അന്ന് നമ്മുടെ ഫെറി കണ്ട് പഠിച്ച് ചെയ്യാൻ പോണതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് ഇപ്രാവശ്യം ഇറങ്ങണം. അപ്പൊ നമ്മുടെ ഇന്ന് ഇറങ്ങാൻ പോണ ഫെറി, അതായത് 2 മാസം കഴിഞ്ഞ് ഇറങ്ങാൻ പോകുന്ന ഫെറി നമ്മൾ മുമ്പ് ആദ്യത്തേനെക്കാട്ടി ഏകദേശം ഒരു 20% ബെറ്റർ പെർഫോമൻസ് ആണ്. ആ ഒരു ഇംപ്രൂവ്മെന്റ് ആണ് ഒരു ഡയറക്ഷൻ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന കാര്യം കുറച്ചും കൂടെ ബെറ്റർ ചെയ്യുക. ഇത് കോമ്പറ്റീറ്റർ ആയിട്ട് ഒരു ബന്ധമല്ല. അവരെന്ത് ചെയ്യുന്നു അനുസരിച്ചില്ല, നമ്മൾ നമ്മുടെ സാധനം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ദാറ്റ് നമ്മൾ എപ്പോഴും അവരെ ഹെഡ് ആവുക. ഇത് ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ കോമ്പറ്റീറ്റർ ചിന്തിക്കാത്ത പല മേഖലയിലേക്ക് ഇറങ്ങാം. ഇപ്പൊ നമ്മളിപ്പോ ഡിഫൻസിന്റെ ആദ്യത്തെ സോളാർ ഫെറി ഇറക്കാൻ പോവാണ് ഈ വർഷം ഡിസംബർ ആകുമ്പോഴേക്കും. അത് ഹൈ സ്പീഡ് ഫെറി ആണ്. ഏഷ്യയിൽ തന്നെ ഫാസ്റ്റസ്റ്റ് സോളാർ ഫെറി ആവും അത്. അപ്പോൾ സോ യു ഡു സംതിങ്. അവരാരും ഇപ്പൊ ഫിഷിംഗ് ബോട്ട്, നമ്മൾ 5 ഫിഷിംഗ് ബോട്ട് ഇറക്കുകയാണ്, സോളാർ ഫിഷിംഗ് ബോട്ട് ഈ ഒക്ടോബറിൽ. സോ ഇതാരും ചെയ്തിട്ടില്ല. അപ്പൊ കോമ്പറ്റീറ്റേഴ്സിനെ ബാക്കിലാക്കുന്നത് അവരാരും ചിന്തിക്കാത്തതും അവര് നമ്മളെ കണ്ട് പഠിച്ച് ചെയ്യാൻ പോണതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് അടുത്തിറക്കുക. ഇതേ നമ്മൾ ചെയ്യണ്ട. അല്ലാതെ അവരെ പോയി തള്ളേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നമ്മുടെ കാര്യം മാത്രം ചെയ്താൽ മതി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രതീഷ് ആ ക്വസ്റ്റ്യന്. സർ പറഞ്ഞതുപോലെ ബി എ സ്റ്റെപ്പ് അഹെഡ്. കോമ്പറ്റീറ്റേഴ്സിനെ കാട്ടും നമ്മുടെ പെർഫോമൻസ് നമ്മൾ എങ്ങനെ ബെറ്റർ ആക്കാം നോക്കാൻ പറ്റൂ എന്നുള്ളതാണ് നമ്മുടെ കീ പോയിന്റ്. അവസാനത്തെ ക്വസ്റ്റ്യൻ ഫ്രം ദ സ്റ്റുഡന്റ് സൈഡ് ആരതി വരുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഞാൻ ആരതി തോമസ്, വയനാട് ജില്ലയിലെ KMM ഗവൺമെന്റ് ITI കൽപ്പറ്റയിലെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് വിദ്യാർത്ഥിനിയാണ്. നൂതനമായ ഒരു സംരംഭം കണ്ടെത്തുകയും വിജയിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് സാറ്. എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്, ഒരു വിജയകരമായ സംരംഭകൻ എന്ന നിലയിൽ സാർ ഒരു തൊഴിലാളിയെ തിരഞ്ഞെടുക്കും, ഒരു വർക്കറിനെ സാറിന്റെ ബിസിനസ്സിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ സാർ പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തിന്റെ, ആ വർക്കറിന്റെ? ഗുഡ് ക്വസ്റ്റ്യൻ. അത് കറക്റ്റ് 12:01 ആയപ്പോ മോർണിംഗ് ആഫ്റ്റർനൂൺ ആക്കിയല്ലേ? വെരി വെരി സ്മാർട്ട്. ശരി, ഞാൻ ഈ നമ്മള് ഓൾദോ വർക്കർ എന്ന വാക്ക് ഉപയോഗിച്ചെങ്കിലും ഞാൻ പൊതുവെ ഏത് റോളിന്റെയും കാര്യം പറയാം. ഡിസൈനേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, സൂപ്പർവൈസേഴ്സ് ഉണ്ട്. നമുക്ക് എന്റെ വ്യൂവില് പല സ്കില്ലുകൾ നമുക്ക് ആൾക്കാർക്ക് പഠിപ്പിക്കാം, ചിലത് നമുക്ക് പഠിപ്പിക്കാൻ പാടാണ്. അതായത് ഇപ്പൊ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനം പഠിപ്പിക്കാൻ ഭയങ്കര പാടാണ്. ആറ്റിറ്റ്യൂഡ് ഉദ്ദേശിച്ചാൽ നമുക്കൊരു നമ്മളിപ്പോ എന്താണ് അതിനെക്കാട്ടി ബെറ്ററായി ചെയ്യണം, നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ള ഒരു ബ്രോഡ് കാര്യം ഭയങ്കര പാടാണ് പഠിപ്പിക്കാൻ. അത് കുറെയൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഒരു സാധനമാണ്. അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും പാടാണ്. അത് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് എക്സാമ്പിളിൽ നിന്നാണ് മനസ്സിലാക്കാവുക. അതായത് നമുക്കൊരു സാധനം അറിഞ്ഞൂടെങ്കിൽ അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷെ അറിഞ്ഞൂടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അറിയാൻ വേണ്ടി ശ്രമിക്കും, തന്നെത്താനെ ശ്രമിക്കും, ചോദിച്ച് മനസ്സിലാക്കും, സൊല്യൂഷൻ കണ്ടുപിടിക്കും. ആ ഡിഫറൻസ് ആണ്. ഒരാൾ അറിഞ്ഞൂട എന്ന് പറയുന്ന ഒരു ഇഷ്യൂ അല്ല, പക്ഷെ അത് കഴിഞ്ഞുള്ള സ്റ്റെപ്പാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇങ്ങനത്തെ കാര്യം അസസ് ചെയ്യാനും പാടാണ്. ഞാൻ നോട്ട് സേയിങ് ആറ്റിറ്റ്യൂഡ് ഒരാളുടെ അസസ് ചെയ്യാൻ പറ്റുന്ന ഇന്റർവ്യൂല് പറ്റില്ല, എളുപ്പമല്ല. ബട്ട് നമ്മൾ ഇൻഡയറക്ട്ലി കണ്ടുപിടിക്കാൻ ശ്രമിക്കും. മേ ബി ഇന്റേൺഷിപ്പ്, പ്രൊബേഷൻ പീരീഡ്, ഇന്റർവ്യൂ, ടെക്നിക്കൽ. അപ്പോൾ അങ്ങനെയാണ്, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ് ഫാർ ആസ് ഐ എം കൺസേൺ. ബാക്കിയെല്ലാം പഠിപ്പിക്കാം. ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാം, എന്ത് സാധനം ഇന്നത്തെ കാലത്ത് പഠിപ്പിക്കാൻ പറ്റാത്ത ഒരു സാധനമല്ല. ഒരാഴ്ച ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഷിപ്പ് ഡിസൈനും പഠിപ്പിക്കാം, ഓരോ ഏരിയാസ്. അത് പക്ഷെ ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നടക്കുള്ളൂ. നമുക്ക് ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കൂല. സോ അത് മാത്രമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അത് പക്ഷേ പെർഫെക്റ്റ് അല്ല, കണ്ടുപിടിക്കാൻ ശ്രമങ്ങൾ. അത് ആണ് എന്റെ വ്യൂ കേട്ടോ. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച് സർ. സോറി, ഞാൻ മ്യൂട്ടിലായിരുന്നു. താങ്ക് യു സോ മച്ച് ആർത്തി. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു സാറിന്റെ അടുത്ത് ചോദിച്ചത്. സാർ പറഞ്ഞതുപോലെ ആറ്റിറ്റ്യൂഡ്
അത് നമ്മളൊരു ഓൺട്രപ്രണർ ആണെങ്കിലും അത് ഭയങ്കര ഒരു കീ പോയിന്റ് ആണ്. ഒരു ഗോ ഗെറ്റർ ആറ്റിറ്റ്യൂഡ്, എന്ത് ചാലഞ്ചസ് ആണെങ്കിലും അത് നേരിടേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് വേണം. ആൻഡ് അതാണ് നമ്മൾ നമ്മുടെ കോ വർക്കേഴ്സിൽ, നമ്മുടെ ബിസിനസ് ചെയ്യുന്ന ആളുടെ അടുത്താണെങ്കിലും അത് നോക്കേണ്ടത്. ദാറ്റ്സ് എ വെരി കീ പോയിന്റ്. സർ പറഞ്ഞതുപോലെ ഇപ്പൊ ഡിഫൻസിലെ ഫാസ്റ്റസ്റ്റ് ഫെറി ഇപ്പൊ ഉണ്ടാക്കാൻ യു ഹാവ് ഓൾറെഡി സൈൻഡ് അപ്പ് ആൻഡ് ഇറ്റ്സ് ഗോണ കം ഔട്ട് എൻഡ് ഓഫ് ദിസ് ഇയർ. പിന്നെ ഫിഷിംഗ് ബോട്ട് ആവട്ടെ, സാറിന്റെ ഡ്രീം പറഞ്ഞിരുന്നു കാർഗോ ഷിപ്പിലേക്ക് എത്തണമെന്ന്. അപ്പൊ ആ ഒരു ജേർണിയിൽ സർ എവിടെയാണ് ഇപ്പൊ ഉള്ളത് ആൻഡ് ഫ്യൂച്ചറിലെ എന്താ പ്ലാൻസ് ആണ് ഉള്ളത്? ഓക്കെ, കാർഗോ ഷിപ്പില് 2 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന്, ഒരു വിൻഡ് എനർജി യൂസ് ചെയ്യാൻ. ഇപ്പോൾ കാർഗോ ഷിപ്പ് കടലിൽ പോണ കപ്പലുകളിൽ ഏകദേശം ഒരു 25 മുതൽ 30% എനർജി വിൻഡിൽ നിന്നും കിട്ടാം. കാരണം നല്ല വിൻഡ് സ്പീഡ് ഹൈ ആണ് കടലിൽ. അപ്പൊ അതൊരു ഏരിയ. 2, ഈ പറഞ്ഞ ഹൈഡ്രജൻ പോലത്തെ ഫ്യൂവൽസ് ഉപയോഗിച്ചിട്ട് പ്രൊപ്പൽ ചെയ്യാൻ പറ്റണം. ഇത് 2ആണ് നമ്മൾ ഇന്ന് കാണുന്ന ഡയറക്ഷൻ, ഇന്ന് കാണുന്ന പ്രവൃത്തി. അപ്പൊ അതിൽ ഫ്യൂവൽ സെല്ല് നമ്മൾ കുറച്ചെങ്കിലും ചെയ്തു എന്ന് വേണേ പറയാം. ഒരു ചെറിയ ലെവലിലും ഡിസൈനിലും കോൺസെപ്റ്റിലും ആ സ്റ്റേജിലാണ്. വിൻഡിന്റെ ഒരു കുറച്ചുകൂടെ എർലിയർ സ്റ്റേജ്, ഒരു കോൺസെപ്റ്റ് പ്രോട്ടോടൈപ്പ് സ്റ്റേജ് മാത്രമാണ്. ഇതെല്ലാം ഒരു 3 വർഷം 5 വർഷം എടുക്കുന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. ഇത് ഇന്നും നാളെയും പുറത്ത് വരുന്ന സാധനമല്ല, ഒരു 3 to 5 years കഴിഞ്ഞ് വരേണ്ട സാധനങ്ങളാണ് ഇത്. പലരും ലോകത്തിൽ തന്നെ 2-3 സ്ഥാപനങ്ങൾ ഓൾറെഡി വിൻഡിന്റെ അവരുടേതായ രീതിയിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ പുതിയ ഫ്യൂവലുകളും അവരുടേതായ രീതിയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്തു വരുമ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും, കുറച്ചും കൂടെ നല്ല രീതിയിലാവും എന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷെ പലരും വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർ ഏത് ലെവലിലാണ് നമുക്കറിയാൻ പറ്റില്ല. സോ എല്ലാവരും ശ്രമിക്കുക, നമ്മളെക്കാട്ടി സ്മാർട്ടർ ആൾക്കാരും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. സോ നമ്മൾ നമ്മുടെ കാര്യം ചെയ്യാം. ദെൻ വി വിൽ സീ. ഒരു 3 to 5 years കഴിഞ്ഞ് അതിന്റെ ഒരു ഔട്ട്കം വരുള്ളൂ. Wishing you all the very best for that, sir. So ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മുടെ ഈ സൂം കോളിലുള്ള ഒരു സ്റ്റുഡന്റ് ചോദിക്കണമെന്ന് പറഞ്ഞു. If you're okay, can I ask him to ask you? Ritvik? ഓക്കെ ടീച്ചർ. സാറേ, എനിക്ക് സാറിനെ പോലെ വലിയൊരു എന്റർപ്രണർ ആവണം എന്നുള്ള ഒരു മോഹം കുറെ നാളായിട്ടുള്ളതാണ്. എനിക്ക് വലുതാകുമ്പോ ഒരു ബിസിനസ്മാൻ ആവണം എന്നുള്ളൊരു മോഹം വെച്ച് നടത്തുന്ന ഒരാളാണ്. അപ്പോ ഏതൊരാളുടെ മുമ്പിലും നമുക്കിപ്പോ ഒരു എന്റർപ്രണർ ആവണം എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ പ്രോബ്ലം ആണ്. അപ്പോ സാറിന്റെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എങ്ങനെയാണ് നേരിട്ടത് എന്ന് അറിയാൻ ഒരു മോഹം. ശരി, ഒരു ഓൺട്രപ്രണറിനെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലം തുടങ്ങാൻ ഒരു പ്രോബ്ലം അല്ല. അത് ഞാൻ എൻ്റെ എക്സാമ്പിളിൽ നിന്ന് തന്നെ പറയാം. അതായത് ഞാൻ ഓൾദോ ഒരു 5 വർഷം സൗത്ത് കൊറിയയിൽ വർക്ക് ചെയ്തു. പക്ഷെ ആ സൗത്ത് കൊറിയയിൽ വർക്ക് ചെയ്ത നമ്മുടെ മൊത്തം സേവിങ്സ് ഞാൻ നേരെ ഇൻസിയഡ് MBA കൊണ്ട് ചിലവാക്കി. അതായത് MBA കഴിഞ്ഞ് വന്നപ്പോൾ പോക്കറ്റിൽ 5 പൈസ ഇല്ല. ദിസ് ഇസ് ഒരു ഓൺട്രപ്രണറിനെ സംബന്ധിച്ച് ഇപ്പൊ ചിന്തിക്കുന്ന എന്താ പേര് പറഞ്ഞ ഓടിച്ച ഋത്വിക് പറഞ്ഞ പോലെ പ്രോബബ്ലി ഒരു വേസ്റ്റ് ടൈമാണ് ഒരു സ്റ്റാർട്ട് ചെയ്യാൻ. പക്ഷെ ഞാൻ ചൂസ് ചെയ്ത പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ മാനുഫാക്ചറിങ് ഒരു ബോട്ട് നിർമ്മാണമാണ് നമ്മുടെ ഗോൾ എങ്കിൽ, ഷോർട്ട് ടേം ഗോൾ ഞാൻ പറയുന്നത്, അൾട്ടിമേറ്റ് ഗോൾ അല്ല, ഷോർട്ട് ടേം ഗോൾ എങ്കിൽ ഒരു നിർമ്മാണത്തിലേക്ക് ഇറങ്ങാൻ കുറെ കൂടെ പാടാണ്. കാരണം കുറെ കൂടെ ചെലവുണ്ട്. സ്ഥലം വേണം, ഫാക്ടറി വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം. അപ്പോൾ അത് എത്താൻ വേണ്ടി ഞാൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം കൺസൾട്ടിങ് തുടങ്ങി. അതായത് ഡിസൈനും ഒരു ചെറിയ ഓഫീസ് മതി, ഞാനും ഉണ്ട് 2-3 പേരായിട്ട് ഡിസൈൻ തുടങ്ങി. അപ്പോൾ അധികം ചെലവ് വേണ്ടല്ലോ. അപ്പൊ അങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങി ഡിസൈൻ പതുക്കെ പ്രോജക്റ്റുകൾ കൂട്ടി ഈ കാശ് ശേഖരിച്ചിട്ടാണ് ഈ ഒരു 5 വർഷം കഴിഞ്ഞ് മാനുഫാക്ചറിംഗിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അപ്പൊ ഞാൻ പറഞ്ഞ തുടക്കാൻ കാശ് ഭയങ്കര ക്രിട്ടിക്കൽ അല്ല. അത് മുന്നോട്ട് പോയി വളരാൻ ചിലപ്പോൾ ക്രിട്ടിക്കൽ ആവാം സാധ്യത. ഇപ്പൊ വലിയ പ്രോജക്റ്റ് ചെയ്യാനെങ്കിൽ അതൊരു ഫിനാൻഷ്യൽ ക്രിട്ടിക്കൽ വരും. അപ്പൊ നമ്മൾ ഏത് ലെവലിലും നമുക്ക് തുടങ്ങാൻ ഒരു ഇഷ്യൂ അല്ല. യു ക്യാൻ സ്റ്റാർട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. നമുക്ക് ഫാസ്റ്റ് പോകണമെങ്കിലാണ് ഈ ഫിനാൻസ് ഇഷ്യൂ ആവുക. സ്ലോലി പോകാൻ വലിയ ഇഷ്യൂ ഒന്നുമല്ല. അപ്പൊ അത് ഒരു ഹിൻഡ്രൻസ് ആയി നോക്കണ്ട. ഇപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ തന്നെ ഈ ഐഡിയ ഗ്രാൻഡ് എന്നൊക്കെ പറഞ്ഞ പരിപാടികളുണ്ട്.
അപ്പൊ അവിടെ പിച്ച് ചെയ്യാം. എല്ലാ മാസവും every 2 months ഇങ്ങനെ പിച്ചിങ് ഉണ്ട്. ഋത്വികിന്റെ ഐഡിയ പ്രസന്റ് ചെയ്യാം. അത് അവര് കുറെ പേർക്ക് ഗ്രാന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2 ലക്ഷം മുതൽ 12 ലക്ഷം വരെ ഇനിഷ്യൽ സീഡ് സ്കെയിൽ അപ്പ് ഗ്രാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഐഡിയ ഗ്രാൻഡും സ്കെയിൽ അപ്പ് ഗ്രാൻഡ് അതിൽ നിന്ന് കുറച്ച് കിട്ടാം. KSIDC ഇതേപോലെ ഒരു 25 lakhs തരും, കൊളാട്രൽ ഫ്രീ. ഇതെല്ലാം കൊളാട്രൽ ഫ്രീ ആണ്, ഗ്രാൻഡ് ഓർ കൊളാട്രൽ ഫ്രീ. അങ്ങനത്തെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പല പരിപാടികളും ഇപ്പോൾ കേരള ഗവൺമെന്റ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു കൺസ്ട്രെയിനായി ഒരിക്കലും വിചാരിക്കാം. ഓക്കെ, താങ്ക് യു സാർ. അറിഞ്ഞതിൽ വളരെ സന്തോഷം. Thank you, Ritvik, for that question. Sir, I just have one last question and I think we'll wind up. Sir, കുറെ സമയം ഞങ്ങൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. സോ സർ പറഞ്ഞതുപോലെ സാറിന്റെ ഫൈനൽ ഡ്രീം ഇല്ലെങ്കിൽ ഒരു മിഷൻ, വി നോ ഇറ്റ്സ് ടെസ്ല ടു ബ്രിങ് ഇൻ ടു മറൈൻ ട്രാൻസ്പോർട്ടേഷൻ, ബട്ട് ഒരു അൾട്ടിമേറ്റ് ഞാൻ ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഐ എം സക്സസ്ഫുൾ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് എന്തെങ്കിലും ഉണ്ടോ? എന്റെ വ്യൂവിൽ അങ്ങനെ ഒരു പോയിന്റ് ഇല്ല. ഞാൻ പറഞ്ഞ പോലെ ഒരു സിസ്റ്റം ബേസ്ഡ് അപ്രോച്ച് ആയതുകൊണ്ട് ദർ ഇസ് നോ ഗോൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വാട്ടർ കംപ്ലീറ്റ് ട്രാൻസ്പോർട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ഗോൾ ആ സമയത്ത് വരും. സോ ഇറ്റ്സ് നെവർ എൻഡിങ് സ്റ്റോറി പോലെയാണ്. നമ്മളൊരു ട്രെഡ്മില്ല് പോലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നു. ബട്ട് ആ ജേർണി ഇൻട്രസ്റ്റിംഗ് ആണ്, അതാണ് മോർ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ ചെയ്യുന്ന അതുകൊണ്ട് ഗോൾ ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഗോൾ വെക്കുന്നത് ഷോർട്ട് ടേം ഗോളുകളാണ്, അത് സെറ്റ് മൈൽ സ്റ്റോൺസ് പോലെ. ഇപ്പൊ നമ്മൾ ഫിഷിംഗ് മേഖല ചെയ്യാനെന്ന് പറയും, ഡിഫൻസ് ചെയ്യും, അങ്ങനെ പല പല ചെയ്ത് അവസാനം മറീൻ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞ അൾട്ടിമേറ്റ് ഗോൾ. അത് പക്ഷേ എൻഡ് ഓഫ് ലൈഫ് എന്നല്ല, ഇറ്റ്സ് എ കണ്ടിന്യൂസ് പാത്ത്, ന്യൂ ഗോൾസ് വിൽ ഓപ്പൺ അപ്പ് എന്നാണ് എൻ്റെ ഒരു വ്യൂ. ആസ് ലോങ് ആസ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആ ഡെയിലി യു ഫീൽ ദാറ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ആണ്, യു ഫീൽ ദാറ്റ് മോട്ടിവേഷൻ, ദാറ്റ് ഈസ് വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നു. Thank you so much, sir. I think this is a very key point നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. ആ ജേർണി നിങ്ങൾ എൻജോയ് ചെയ്യുക. എന്ത് ഷോർട്ട് ടേം ഗോൾ വെക്കുകയാണെങ്കിലും എൻജോയ് ദ ജേർണി, എൻജോയ് ദ പ്രോസസ് ആൻഡ് ജസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ്, ഇറ്റ് വിൽ വർക്ക് ഔട്ട് ഐ തിങ്ക്. സോ സർ, താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് യു ടുക്ക് ടൈം ഓഫ് യുവർ ബിസി സ്കെഡ്യൂൾ ആൻഡ് യു കെയിം. ഉദ്യം ടീമിൽ നിന്നും നമ്മുടെ കേരള ഡിപ്പാർട്ട്മെന്റ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ സ്റ്റുഡൻസ്, ഇവിടെ കാണുന്ന സ്റ്റുഡൻസ്, ES ഇൻസ്ട്രക്ടേഴ്സ്, എല്ലാവരുടെ ഭാഗത്തു നിന്നും we wish you really well. Good luck with all the endeavors that you're going forward, especially our cargo ships. We look forward to newer innovations and new R&D and technically go forward with all the challenges that you're taking up, and we really wish you all the very best. Thank you so much, sir, for taking time off again and coming. Any last words that you want to share with our budding nammade samrambhagar, kutti samrambhagarde aduthe? Yeah, so എല്ലാ വലിയ ഐഡിയാസ് സ്റ്റാർട്ട് വിത്ത് എ സ്മോൾ സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ ഒരു ചെറിയ സ്റ്റെപ്പ് ആദ്യം എടുക്കണം, ആ വലിയ ഗോളിലേക്കും വലിയ അച്ചീവ്മെന്റ്, വലിയ ഇമ്പാക്റ്റിലേക്കും എന്ന് ഐ വിഷ് യു ദാറ്റ്. പിന്നെ എന്തെങ്കിലും ഇഫ് യു നീഡ് ടു കണക്ട് മീ, ഐ തിങ്ക് മേ ബി ആശ്ചര്യ ക്യാൻ ഷെയർ ദ ഇമെയിൽ. നിങ്ങൾ ഒരു ഇമെയിൽ ഡ്രോപ്പ് ചെയ്യും, എനിക്ക് പറ്റാവുന്ന ഞാൻ കണക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ ഐ റീഡയറക്ട് ടു ദ റൈറ്റ് പേഴ്സൺ. ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ട്, they want to pursue, so in my own way I can try to help you. Thank you so much, sir. Thank you. എല്ലാവർക്കും യൂട്യൂബ് ലൈവ് വഴി കാണുന്ന നമ്മുടെ സ്റ്റുഡൻസ്, ഡിപ്പാർട്ട്മെന്റിലെ മെമ്പേഴ്സ്, ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷന്റെ ടീം മെമ്പേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്, ഇൻസ്ട്രക്ടേഴ്സ്, ES ഇൻസ്ട്രക്ടേഴ്സ്, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സാറ്റർഡേ സമയം ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് ചെലവഴിച്ചതിന് താങ്ക് യു വെരി മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. So please don't drop off. We will just take a quick photograph. ഞങ്ങൾ ആ ലൈവ് ഒന്ന് എൻഡ് ചെയ്യട്ടെ. because if you could just end the live.